എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നിങ്ങൾ കാണുന്നത് വില്ലി വൈറ്റ് ടൂത്ത് പേസ്റ്റ് പ്രസൻസ് അമൃതവേണി ഹെയർ എലിക്സർ ഫ്ലവേഴ്സ് 1 കോടി. ആയുസിനി ഒരാഴ്ച മാത്രം എന്ന് വിധി പറഞ്ഞവരോട് മത്സരിച്ച് പോരാടി നിൽക്കുന്ന ഒരു കൊല്ലംകോട്ടുകാരിയാണ് ഇന്നെന്റെ മത്സരാർത്ഥി. ഇത് മാത്രമല്ല അവളുടെ സവിശേഷത. ഉണ്ടാക്കുന്ന സമ്പാദിക്കുന്ന പണം മുഴുവൻ ഭിന്നശേഷിക്കാരായ 21 കുട്ടികൾക്കായി നീക്കിവെച്ചിട്ടുള്ള ഒരു വീട്ടമ്മ, ഒരു ടീച്ചർ. വരുന്നു പാലക്കാട്ടെ കൊല്ലംകോട്ട് നിന്ന് എം ലേഖ. മരുന്നുകളെയും ഡോക്ടർമാരെയും വിശ്വസിക്കുമ്പോഴും പാലക്കാട് കൊല്ലങ്കോട് സ്വദേശിനി ലേഖയുടെ ജീവിതം മാറാരോഗത്തിന്റെ തീരാവേദന നിറഞ്ഞതാണ്. ശരീരം മുഴുവൻ കോച്ചി വിറച്ച് വീഴുന്ന രോഗാവസ്ഥ ലേഖയെ തേടിയെത്തുന്നത് എപ്പോഴാണെന്ന് പ്രവചിക്കാനാവില്ല. ഓർമ്മകൾ ഉൾപ്പെടെ നഷ്ടമാകുന്ന ഭീതി നിറഞ്ഞ ദിനങ്ങൾ എന്ന് മാറുമെന്ന കാര്യത്തിലും ഇന്നും അനിശ്ചിതത്വം നിറയുകയാണ് ലേഖയുടെ കണ്ണുകളിൽ. സ്വന്തം കുടുംബത്തിന്റെ സ്നേഹത്തണലാണ് രോഗദുരിതങ്ങളുടെ ഇരയായി മാറുമ്പോഴും ലേഖയുടെ ജീവിതത്തിൽ കരുത്തും കരുതലുമാകുന്നത്. അധ്യാപനം വരുമാനമാർഗമായപ്പോൾ സ്വന്തം ചികിത്സയ്ക്കുമപ്പുറം ലേഖ ചിന്തിച്ചതും പ്രവർത്തിച്ചതും സ്വയം സംരക്ഷണമേറ്റെടുത്ത കുടുംബങ്ങളുടെയും കുട്ടികളുടെയും ഭാവി ജീവിതം സുരക്ഷിതമാക്കുവാൻ മാത്രം. അനിശ്ചിതമായ ജീവിതത്തിന്റെ ആശങ്കകൾ നിറഞ്ഞ രോഗാവസ്ഥയിലും മറ്റുള്ളവർക്കായി വരുമാനം മാറ്റിവെച്ച അമ്മ മനസ്സിന്റെ നന്മയുമായി ഫ്ലവേഴ്സ് 1 കോടിയുടെ വേദിയിലേക്ക് ലേഖ വരുന്നു. നമസ്കാരം ലേഖ. നമസ്കാരം ലേഖ. ആരാണ് ഈ ഒരാഴ്ച മാത്രമേ ജീവിക്കൂ എന്ന് പറഞ്ഞത്? അത് മെഡിക്കലിന്റെ ഒരു പ്രശ്നത്തിൽ ഞാൻ കോമയിൽ പെട്ടപ്പോൾ ഡോക്ടേഴ്സിന് അങ്ങനെ ഒരു പറയേണ്ട അവസ്ഥ വന്നു. പക്ഷേ ഈശ്വരന്മാര് എന്താ പറയാ, ഡോക്ടേഴ്സിന്റെ മുന്നിൽ തന്നെ അവരിലൂടെ തന്നെ വീണ്ടും എന്നെ റിക്കവർ ചെയ്തെടുത്തു. ഓക്കെ, ഈ കോമയിൽ പെട്ടതിന് കണക്കുണ്ടോ? കോമയിൽ പെടാന്ന് പറഞ്ഞാല് അല്ല, ഞാൻ ചോദിച്ചതല്ല, എത്ര തവണ കോമയിലായിട്ടുണ്ട്? അത് ഇപ്പോ എന്റെ ഏജ് 34 വയസ്സാണ്. എനിക്ക് 3 വയസ്സിൽ ഈ പ്രശ്നങ്ങൾ തുടങ്ങിയ വ്യക്തിയാണ്. ഏകദേശം 30 തവണ പല ടൈമിലായിട്ട് കോമ സ്റ്റേജിലേക്ക് എത്തിപ്പെട്ടിട്ടുണ്ട്. പലപ്പോഴും ഹോസ്പിറ്റലിൽ എത്തിപ്പെടാൻ പോലും പറ്റാത്തൊരു സിറ്റുവേഷൻസ് വരെ ഉണ്ടായിട്ടുണ്ട് ലൈഫിൽ. എനിക്കൊന്ന് ഈ ലേഖയുടെ ഈ ശബ്ദം പോലും ആൾക്കാരുടെ കളിയാക്കലിന് വിധേയമായിട്ടുണ്ടല്ലേ? ഈ ശബ്ദവും മാറിയതാണോ ഈ അസുഖം വന്നിട്ട്? അതെ. എങ്ങനെ മാറി? അതായത് എനിക്ക് ന്യൂറോവിനാണ് പ്രശ്നം. ന്യൂറോയില് ബ്ലഡ് ക്ലോട്ടിംഗ് ഉണ്ട്. അല്ല, ഈ ക്ലോട്ടിംഗ് സർജറി ചെയ്ത് മാറ്റാൻ പറ്റുന്നതല്ല. അതായത് ബ്രെയിനിൽ ഒരു പ്രശ്നം കൂടെ ഉണ്ട്. അപ്പൊ സർജറി ഡോക്ടേഴ്സ് പറഞ്ഞത് ന്യൂറോ സർജറികൾ ചെയ്യുമ്പോൾ വളരെ ആലോചിച്ച് മാത്രമേ ചെയ്യാൻ പറ്റൂ. എന്റെ ഓപ്ഷനിൽ അവർക്ക് ചെയ്യാം, പക്ഷെ ചെയ്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇത് സ്ട്രോക്ക് സംഭവിക്കാം, ചിലപ്പോൾ വ്യക്തിക്ക് എന്തെങ്കിലും ഇതാവാം, ചിലപ്പോൾ കംപ്ലീറ്റ് ബെഡ് റിട്ടൺ പോലെ കിടക്കാം. അപ്പൊ നമ്മൾ ആ റിസ്ക് ഏറ്റെടുക്കാൻ തയ്യാറാവണം. രക്ഷപ്പെടാനുള്ള സാധ്യത എത്ര % ഉണ്ട് അങ്ങനെ സർജറിക്ക് പോയാൽ? പല ഡോക്ടേഴ്സും പറഞ്ഞ ഒരു അഭിപ്രായത്തിൽ എങ്ങനെ ഒരുവിധം ഡോക്ടേഴ്സിന്റെ മുന്നിലൊക്കെ എത്തിപ്പെട്ടപ്പോൾ അവരിൽ നിന്നും കിട്ടിയത് ഒരു 50%, അതും 50 കണക്കാക്കേണ്ട ഒരു 30% കാൽക്കുലേഷൻ. ചിലപ്പം ഭാഗ്യദോഷം ഉണ്ടെങ്കിൽ പാരാലിറ്റിക് സ്ട്രോക്ക് അടിച്ച് ചിലപ്പോൾ ആള് തന്നെ ചിലപ്പോൾ ആളും പോവാം അല്ലേ? അപ്പൊ നമ്മൾ ശബ്ദത്തിന്റെ കാര്യത്തിലേക്ക് മടങ്ങി വന്നാൽ ഈ ഇടയ്ക്ക് ലേഖയ്ക്ക് ശബ്ദം തന്നെ നിലച്ചുപോയി. ഈ യഥാർത്ഥത്തിൽ ലേഖയുടെ പ്രശ്നം ഫിറ്റ്സ് ആണോ? ഫിക്സ് ഉണ്ട്. ന്യൂറോയില് ഈ പറഞ്ഞ ബ്ലഡ് ക്ലോട്ടിംഗ് ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ട്. ഈ ഫിറ്റ്സിന്റെ കടുപ്പം കൂടുന്നത് ഈ ക്ലോട്ടിംഗ് ഉള്ളത് കൊണ്ടാണോ? അതിന്റെ എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. പക്ഷെ ഇതിന്റെ ഒപ്പം ഇപ്പൊ ബ്രെയിനിലുള്ള പ്രശ്നങ്ങൾ കൂടെ ഉണ്ട് എന്നാണ് ഡോക്ടേഴ്സ് പറയുന്നത്. അതുകൊണ്ടാണ് പലപ്പോഴും ഈ വേരിയേഷൻസ് കൺട്രോൾ പറ്റാത്തത്. ഫിറ്റ്സ് വരുന്ന കുട്ടിക്കാലത്തേ ഉണ്ടോ? 3 വയസ്സിൽ എനിക്ക് ഒരു പനി വന്നതാണ്. അതിൽ നിന്നാണ് ഇത് സ്റ്റാർട്ട് ചെയ്തതെന്നാണ് അമ്മ പറഞ്ഞ അറിവ് എനിക്ക്. ഫിറ്റ്സ് വന്നാൽ എന്ത് സംഭവിക്കും? ഫിക്സ് വന്നാൽ ഞാൻ ഭയങ്കര ബലം പിടിക്കും, ഒരു ശബ്ദം പെട്ടെന്ന് ഉണ്ടാക്കും. പിന്നെ ഞാൻ പറയുന്ന ഒന്നും വ്യക്തമായിട്ടുള്ള കാര്യമായിരിക്കില്ല. അതും ഈ 1 മിനിറ്റ് ആ വേരിയേഷൻസിലാണ് ഈ സംഭവങ്ങളൊക്കെ. പിന്നെ എനിക്ക് പെട്ടെന്ന് മെമ്മറി, ഓർമ്മ പോവുകയാണ് ചെയ്യുക ആ ഒരു സമയത്ത്. പിന്നെ അത് ആ സമയത്ത് കാണില്ല. പിന്നെ ആ ഒരു 2-3 ദിവസം അതിന്റെ സ്റ്റേജ് ഒക്കെ മാറി റിക്കവർ ആകുമ്പോൾ ഞാൻ നോർമൽ ആവും. ഈ ശബ്ദം പോയ ഇങ്ങനെ തന്നെയാണ് ഫിറ്റ്സ് വന്നാണോ ശബ്ദം പോയത്?
ഫിക്സിന്റെ ഒരു പ്രശ്നത്തിൽ തന്നെയാണ് അത്. മെഡിക്കൽ പ്രോബ്ലം ഉണ്ടായിട്ടുണ്ടാവാം എന്ന് ഡോക്ടേഴ്സ് പറയുന്നു. ഏത് പ്രായത്തിൽ വെച്ച് സംഭവിച്ചത്? ഒരു 6ാം ക്ലാസ്സിൽ 7 പഠിക്കുമ്പോൾ ഒരു ട്രീറ്റ്മെന്റ് ഞാനൊരു ഡോക്ടറെ അടുത്ത് പെർഫെക്റ്റ്ലി പോയതായിരുന്നു. പിന്നീട് ഒരു 9ൽ പഠിക്കുമ്പോൾ ഒരു ഹൈ ലെവൽ ഫിക്സിൽ എത്തിപ്പെട്ടു. അപ്പൊ പെട്ടെന്ന് എന്നെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോയപ്പോൾ അതുവരെ ട്രീറ്റ്മെന്റ് എടുത്തിരുന്ന ഡോക്ടർ അവിടെ ഉണ്ടായിരുന്നില്ല. അപ്പൊ വേറെ ആളുടെ അടുത്താണ് പിന്നെ ഞാൻ ചെന്നുകൊണ്ട്, അത് ഒരു പരീക്ഷണം ആയിരിക്കാം, അവര് തന്ന മെഡിസിൻസും കാര്യങ്ങളും എനിക്ക് തിരിച്ചടിക്കുകയാണ് ചെയ്തത്. അപ്പൊ ബോധക്കേട് വല്ലതും ഉണ്ടായോ? എനിക്ക് കാലിന് തളർച്ച വന്നു, എഴുന്നേറ്റ് നടക്കാൻ പറ്റാത്തൊരു പ്രശ്നങ്ങൾ വന്നു. ഈ ശബ്ദം ടോട്ടലി സംസാരിക്കാൻ പറ്റില്ല. ഞാൻ ബെഡ് ശബ്ദമേ ഇല്ല, സംസാരിക്കാൻ പറ്റില്ല. ആ ഒരു കണ്ടീഷൻ പോലെയായി. കിടന്നുപോയോ? ബെഡ് റിഡൻ എനിക്ക് കൈകൊണ്ട് പറയാൻ പറ്റുന്നുണ്ട്, പക്ഷെ ഞാൻ പറയുന്നതൊന്നും വ്യക്തമാവുന്നില്ല. ആ രീതിയിലേക്ക് എത്തി. ശബ്ദമില്ലാതെ എത്ര മാസം പോയി? 3-4 months വോയിസ് ഒന്നുമില്ലായിരുന്നു. മീൻസ് എനിക്ക് പറയുന്നുണ്ട്, കാറ്റ് മാത്രമുണ്ട്. കേൾക്കുന്നവർക്ക് ഇത് മനസ്സിലാവില്ല. ആ രീതിയിലായിരുന്നു. ഈ തിരിച്ചു വന്ന എങ്ങനെയായിരുന്നു? അപ്പൊ ശബ്ദം തിരിച്ചെടുത്ത് എനിക്കൊന്ന് അറിയാൻ വേണ്ടി എന്റെ ശബ്ദം എടുക്കുന്നത്. എനിക്ക് അത് പറയണമെങ്കിൽ എനിക്ക് ആദ്യം താങ്ക്സ് പറയേണ്ടത് ഗിൽവാസ് ഡോക്ടറോടാണ്. ഞാൻ ഈ ഫ്ലോറിൽ നിന്നുകൊണ്ട് തന്നെ അദ്ദേഹത്തോട് ഒരു താങ്ക്സ് ആദ്യം പറയണം. കാരണം എനിക്ക് ഇത് ന്യൂറോവിലാണ് പ്രശ്നം എന്ന് അദ്ദേഹമാണ് കണ്ടെത്തി തന്നത്. അത് എവിടുത്തെ ഡോക്ടറാണ്? തൃശ്ശൂർ മിഷൻ ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്ന ഡോക്ടറാണ് അദ്ദേഹം. അദ്ദേഹമാണ് ട്രീറ്റ്മെന്റ് എടുത്തിരുന്നത്. എന്റെ പെട്ടെന്ന് ഈ ഹൈ ഫിക്സിന്റെ ഞാൻ സ്റ്റേജിലെത്തിയിട്ട് എന്നെ കൊണ്ടുപോകുന്ന സമയമായപ്പോൾ അദ്ദേഹം അമേരിക്കയിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. ആ സമയത്താണ് വേറൊരാളുടെ അടുത്ത് ഞാൻ പോയി പെടുന്നത്. അപ്പൊ ആ ഡോക്ടർ എന്താ ചെയ്തതെന്ന് വെച്ചാൽ അതുവരെ ഇദ്ദേഹം എടുത്തിരുന്ന മെഡിസിൻസ് കംപ്ലീറ്റ് അവിടെ സ്റ്റോപ്പ് ചെയ്തു. വേറെ കുറെ മെഡിസിൻസ് എനിക്ക് തന്നു. അതാണ് എനിക്ക് നെഗറ്റീവായിട്ട് അടിച്ചത്. കുറെ പ്രശ്നമുണ്ടായി. ഈ ശബ്ദം ഇല്ലാത്ത ഒരു കാലം ഉണ്ടായിരുന്നല്ലോ, ഒരു 3 മാസം 90 ദിവസത്തോളം ശബ്ദമില്ലായിരുന്നു. 3-4 മാസം. അപ്പോ ശബ്ദത്തിന്റെ വില എന്ന് നമ്മൾ അറിയുന്ന സമയം തീർച്ചയായിട്ടും ഈ ഒരു ട്രോമയിലൂടെ ഞാനും കുറച്ചു കാലം കടന്നുപോയി. അതുകൊണ്ട് ഈ ശബ്ദത്തിന്റെ വില എന്താന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട് സ്വന്തം അനുഭവത്തിലൂടെ. അപ്പൊ താങ്കൾ അത് എങ്ങനെയായിരുന്നു? ഇപ്പൊ വിളിക്കാൻ പറ്റുന്നില്ല, കൈയൊക്കെ കാലുമൊക്കെ എടുത്ത് നമ്മൾ ആൾക്കാരെ വിളിക്കണം, അങ്ങനെയൊക്കെ ഉള്ളൊരു സ്റ്റേജിലേക്ക് നമ്മൾ വരുമ്പോ എങ്ങനെയാണ് താങ്കൾ അത് ഫേസ് ചെയ്തത്? ഞാൻ ആ 4 മാസം എന്താ പറയാ, നമ്മൾ ശരിക്കും മാനസികമായിട്ട് ഉൾക്കൊള്ളാൻ പറ്റാത്ത ഒരു അവസ്ഥയായിരുന്നു എന്നെ സംബന്ധിച്ച്. കാരണം ഞാൻ ഈ ക്ലാസിക് മ്യൂസിക്, വയലിൻ ഇതൊക്കെ പഠിച്ചിരുന്ന ഒരു വ്യക്തിയാണ്. പക്ഷെ ഇതെനിക്ക് ഉൾക്കൊള്ളാൻ പറ്റാതെ അപ്പൊ ഞാൻ ആദ്യം ആ ദേഷ്യം പ്രകടിപ്പിച്ചത് ആ ഒരു ഇൻസ്ട്രുമെന്റിനോടാണ്. ഞാൻ അത് മൊത്തം പൊട്ടിച്ച് കളയണം. തല്ലി പൊടിച്ചോ? അപ്പൊ ഞാനിനി താങ്കളുടെ 3ാം വയസ്സിലേക്ക് വരിക. അതായത് ഒരുപാട് ഫിറ്റ്സ് വന്ന ആൾക്കാർ നമ്മുടെ നാട്ടിലുണ്ട്. പക്ഷെ അവർക്കൊന്നും ഇല്ലാത്തൊരു പ്രശ്നം രൂക്ഷമായിട്ട് താങ്കളെ ബാധിക്കുന്നു. ഈ ഫിറ്റ്സ് വന്നാലുടൻ താങ്കൾക്ക് ബോധം മറയുന്നു, ഓർമ്മ പോകുന്നു, ചിലപ്പം താങ്കൾ ബോധക്കെട്ട് വീഴുന്നു, അതൊക്കെ ഉണ്ടാകുന്നു. ഇത് ഈ 3ാം വയസ്സിൽ തന്നെ തുടങ്ങിയോ? 3ാം വയസ്സിൽ ഈ ഫിക്സിന്റെ സ്റ്റാർട്ടിങ് ഭാഗങ്ങളാണ് കണ്ടിരുന്നത്. അങ്ങനെ ഡോക്ടേഴ്സിന്റെ അടുത്ത് പോയി അപ്പോഴുള്ള മെഡിസിൻസ് തന്നു. ആ ഒരു കുറച്ചു നേരത്തെ റിക്കവർ ചെയ്തു. പക്ഷെ ഒരു കൃത്യമായ ഒരു ട്രീറ്റ്മെന്റ് എന്നുള്ളതിലേക്ക് എത്തിപ്പെടാൻ പറ്റിയിരുന്നില്ല. ഈ ഐ ഫിറ്റ്സ് താങ്കൾ പറഞ്ഞല്ലോ, അത് എപ്പോഴാണ് സ്കൂളിൽ വെച്ചാണ് തുടങ്ങിയത്? അതെ, അതായത് ഞാൻ സ്കൂൾ വിട്ട് വരുന്ന സമയത്ത് പെട്ടെന്ന് എനിക്ക് ഈ അബ്നോർമലിലേക്ക് പോയി. ആ അബ്നോർമൽ അത് എന്തോ ലക്കനാണെന്ന് തോന്നുന്നു. മെയിൻ റോഡിൽ നിന്ന് ഞാൻ വീട്ടിലേക്ക് കയറുന്ന റോഡിന്റെ അവിടെ വെച്ചിട്ടാണ് ഉണ്ടായത്. അങ്ങനെ ഞാൻ അവിടെ ഒരു ഈ വെള്ളമൊക്കെ പോകുന്ന അവിടെ വീണു. അതിലേക്ക് വീണു. ആ സമയത്ത് ആരോ വീടിന്റെ ഫ്രണ്ടില് ഒരു തമിഴ് ടീം എന്തോ വർക്ക് ചെയ്യുന്ന ആൾക്കാര് അങ്ങനെ തമിഴില് പറയുന്നുണ്ട് ഇവിടെ വീണ് കിടക്കുന്നു എന്നുള്ളത്. ഏകദേശം എന്റെ വീട് കഴിഞ്ഞിട്ട് ഒരു 3 വീടിന്റെ അടുത്താണ് ഈ സംഭവം നടക്കുന്നത്. അപ്പോ അമ്മ ഇത് ആരാണെന്ന് അറിയാൻ വേണ്ടി ജസ്റ്റ് വന്ന് നോക്കുമ്പോ സംഭവം കിടക്കുന്നത് ഞാനാണ്. അമ്മ ഇപ്പൊ വന്നിട്ടുണ്ടല്ലേ? വന്നിട്ടുണ്ട്. അമ്മയുടെ പേരെന്താ? ഇന്ദിരാദേവി. ഇന്ദിരാദേവി. അമ്മ കൊല്ലക്കോട്ടുകാരിയാണ്? അല്ല, അല്ലേ? ഞാൻ പട്ടാമ്പി തിരുവേഗപ്പുറമാണ് എന്റെ. തിരുവേഗപ്പുറം. ഓക്കെ. അവിടുന്ന് കൊല്ലംകോട്ടേക്ക് കല്യാണം കഴിച്ചു പോയതായിരിക്കും. ഓക്കെ. അപ്പൊ അമ്മ എന്തെങ്കിലും ജോലി ചെയ്യുന്നുണ്ടോ അതോ? ഞാൻ ജോലി ചെയ്യുന്നുണ്ട്, ലൈബ്രറിയനായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ. മഹാകവി പി സ്മാരക ഗ്രന്ഥാലയത്തിലെ കൊല്ലംകോട്. അങ്ങയുടെ പേര്? സേതുമാധവൻ. നമസ്കാരം സാർ. നമസ്കാരം. അങ്ങ് എത്ര മക്കളാണ് ശരിക്കും? 2 പേര്. 2 പേര്. ഇദ്ദേഹം മൂത്താള്. പിന്നെ ഉള്ള ആള്? രണ്ടാമത്തെ ആളെ പുതുക്കോട് കല്യാണം കഴിച്ചു കൊടുത്തിരിക്കുന്നു. ഇത് മകനാണല്ലേ? ലേഖയുടെ മകനാണ്. മോന്റെ പേരെന്താ? മിഖിലേഷ്. നമസ്കാരം മോനെ. മോനെ ഏത് ക്ലാസ്സിലാ? അപ്പോ അങ്ങ് യഥാർത്ഥത്തിൽ എന്തെങ്കിലും ഔദ്യോഗികമായി പീസ് മാരത്തിൽ ലൈബ്രറിയനായിരുന്നു. അല്ലെ എന്തെങ്കിലും ലൈബ്രറി കോഴ്സ് ഒക്കെ കഴിഞ്ഞിട്ട് കഴിഞ്ഞതാ. ഓക്കെ. 42 കൊല്ലം 41 വർഷം ലൈബ്രറി വർക്ക് ചെയ്തു. മാർച്ചിൽ റിട്ടയർ ആയി. അത് കഴിഞ്ഞപ്പോ വൈഫിനോട് കൊടുത്തു. ഇപ്പൊ വൈഫാണ് ലൈബ്രറി. ഓക്കെ. അപ്പൊ ഞാൻ അങ്ങനെയൊക്കെ വരാം. അങ്ങയുടെ ജോലി ഇവിടെ അറിയാമല്ലോ. അതായത് മത്സരത്തിനിടയിൽ അങ്ങയുടെ സഹായം വേണ്ടി വരും. അറിയെങ്കിൽ പറയാം.
അതൊക്കെ അങ്ങ് കുറെ പുസ്തകങ്ങൾ അവിടെ നിന്ന് വായിച്ച് തള്ളി കാണുമല്ലോ അത് എന്തായാലും അല്ലേ? വായിച്ചിട്ടുണ്ട്. അപ്പൊ അമ്മ ഞാൻ ചോദിക്കാൻ വന്നത് ഈ തമിഴ്നാട്ടിലെ ആരോ വന്നിട്ട് പറഞ്ഞല്ലോ അവിടെ ഓടയിൽ ആരാണ്ട് വീണ് കിടക്കുന്നു, അമ്മയ്ക്ക് എത്ര തമിഴ് മനസ്സിലായതുമില്ല. അത് ആരാണ് നോക്കാൻ പോയ മകളാണ്. അമ്മ ആ നിമിഷം ഓർമ്മയുണ്ടല്ലോ. അതെ, അമ്മയ്ക്ക് എന്താ തോന്നിയെന്ന്? വീടിന്റെ അടുത്തായിട്ടായിരുന്നു. ആ അപ്പൊ മോള് സ്കൂളിൽ നിന്ന് വരുമ്പോഴാണ് പറയുന്നത് ഒരു കുട്ടി അവിടെ അതിൽ വീണിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ എപ്പോഴും ഞാൻ ആ റോഡിന്റെ സൈഡിൽ എത്താറുണ്ട്, കുട്ടികൾ എത്തിയോ വരാറായോ എന്നുള്ളത് നോക്കാൻ. അന്ന് എന്തോ കാരണത്താൽ ഒരു 2 മിനിറ്റ് വൈകിയതാണ്. അപ്പോൾ ഞാൻ ഓടിപ്പോയി നോക്കുമ്പോൾ ഇവളാണ്. അപ്പോൾ കുട്ടികളെല്ലാം കൂടി വിളിച്ച് എണീപ്പിക്കുന്നുണ്ട്. ആ ഒരു നിമിഷം അവൾക്ക് എന്തോ ഒരു ഇതുണ്ടായിന്നേ ഉള്ളൂ. പിന്നെ വേഗം വീട്ടിൽ എന്താ സംഭവിച്ചത് മനസ്സിലായോ? മനസ്സിലായില്ല. എനിക്ക് മനസ്സിലായി കുട്ടിക്ക് എന്തോ ഒരു ഇതുണ്ടെന്ന്. പക്ഷെ അവിടുന്ന് വേഗം എണീറ്റിട്ട് അവള് വേഗം ഞാൻ പിടിച്ച് കൊണ്ടുവരുമ്പോഴേക്കും വീടെത്തിയപ്പോഴേക്കും അവള് നോർമലായി, ഒരു കുഴപ്പമില്ല. ഈ സ്കൂൾ എത്ര ദൂരെയാ? 1 കിലോമീറ്റർ ദൂരം ഉണ്ടാവും. അതേ സ്ഥലമോ? കൊല്ലംകോട് തന്നെയാണ്. കൊല്ലംകോട് തന്നെ. നേരത്തെ എപ്പോഴെങ്കിലും ഇങ്ങനെ ബോധമായിട്ട് വീണിട്ടുണ്ടോ? വേഗം വീട്ടിലുണ്ട്. അതുകൊണ്ട് അമ്മയ്ക്ക് ഇത് കണ്ടപ്പോഴേ മനസ്സിലായല്ലേ ഇത് അത് തന്നെയാണെന്നുള്ളത്. അന്ന് ഡോക്ടേഴ്സിനെ ഒന്നും കാണിച്ചിട്ടില്ലല്ലോ? അല്ല, ചെറിയ കുട്ടിയാവുമ്പോ 2.5 വയസ്സിലാണ് ആദ്യമായിട്ട് ഇത് കണ്ടത്. അപ്പൊ നമുക്കത് അറിയില്ല. പനി വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ വീട്ടിൽ വെച്ചിട്ട് രാത്രി 2 മണി സമയത്താണ്. ഉറക്കത്തില് അല്ല, പനി ഉണ്ടായിരുന്നു. അപ്പൊ ഈ പനി കാരണം തലവേദന, ഈ കുട്ടി ഉറങ്ങണില്ല. അപ്പൊ പിന്നെ മരുന്നൊക്കെ നമ്മൾ കൊടുക്കുന്നുണ്ട്. എങ്കിലും അതെ, പിന്നെ അത് കഴിഞ്ഞപ്പോ കണ്ണൊക്കെ ഇങ്ങനെ മേപ്പെട്ട് പിടിച്ചിട്ട് യാതൊരു ചലനവും ഇല്ലാതെ കയ്യും കാലൊക്കെ ഇങ്ങനെ ബലം പിടിച്ചിട്ട് ഇതായി. അപ്പോൾ വേഗം എടുത്തിട്ട് തൊട്ടടുത്തുള്ള ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അവിടുന്ന് ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ പിന്നെ ഉടുപ്പൊക്കെ ഊരിയിട്ട് നിലത്ത് കിടത്താൻ പറഞ്ഞു. അങ്ങനെ നിലത്ത് കിടത്തി. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും മരുന്നും ഡോക്ടർ എന്താ ഇഞ്ചക്ഷന് കൊടുത്തു തോന്നുന്നുണ്ട്. അങ്ങനെ അവൾ പിന്നെ വീടെത്തിയപ്പോഴേക്കും പിന്നെ പ്രശ്നമൊന്നും ഉണ്ടായില്ല. പനി മാറിയോട് കൂടിയിട്ട് അസുഖമൊക്കെ മാറി. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ നാട്ടിൽ എൻ്റെ പട്ടാമ്പി തിരുവേപ്രയാണ് വീട് പറഞ്ഞില്ലേ, അങ്ങനെ 2-3 മാസം കഴിഞ്ഞിട്ട് ഞാൻ ഇവളെയും കൊണ്ട് പോയതാണ്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ ഇതേപോലെ ഈ കുട്ടിക്ക് ഉണ്ടായി. അപ്പോൾ അവിടുത്തെ അടുത്ത് നിസാർ ഹോസ്പിറ്റൽ വളാഞ്ചേരി പറയും, അവിടുത്തെ ഡോക്ടറെ കൊണ്ടേ കാണിച്ചപ്പോഴാണ് ഡോക്ടർ ഡീറ്റെയിൽ ആയിട്ട് ഈ കാര്യങ്ങൾ പറഞ്ഞു തന്നു. സാധാരണ പനിയല്ല ഈ കുട്ടിക്ക്, നിങ്ങൾ 1 വയസ്സിന് ഉള്ളപ്പോഴാണ് ഈ കുട്ടിയെ കൊണ്ടുവന്നതെങ്കിൽ ഞാൻ ഈ അസുഖം മാറ്റി തന്നിരുന്നു. ഇപ്പോൾ 2.5 വയസ്സ് 3 വയസ്സായില്ലേ, അതുകൊണ്ട് ന്യൂറോ ഡോക്ടറെ തന്നെ കൊണ്ടേ കാണിക്കണം എന്ന് പറഞ്ഞു. ഒന്നുകിൽ നിങ്ങൾ കോയമ്പത്തൂർ കോവൈ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം, അതല്ലെങ്കിൽ തൃശ്ശൂർ മിഷൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം പറഞ്ഞു. 2 സെയിമാണ് കൊല്ലംകോട് നിന്ന്, അധികം ദൂരമൊന്നുമില്ല. അപ്പോൾ പിന്നെ തമിഴ്നാട്ടിൽ കൊണ്ടുപോയാൽ നമുക്ക് തമിഴ് അധികം അറിയില്ല. അപ്പോൾ വേഗം മിഷൻ ഹോസ്പിറ്റലിൽ ഗിൽവാസ് ഡോക്ടറെ കൊണ്ടുപോയി. അന്ന് ഗിൽവാസ് ഡോക്ടറാണ് ന്യൂറോവിന് ഏറ്റവും ബെസ്റ്റ്. അപ്പോൾ ആ ഡോക്ടറെ കാണിച്ചു. ഡോക്ടർ എപ്റ്റോയിൻ ഗുളിക തന്നു. ആ ഗുളികയൊക്കെ ഞാൻ കൊടുക്കും കറക്റ്റായിട്ട് കൊടുത്തിരുന്നു. പക്ഷേ 7-8 വയസ്സായപ്പോഴേക്കും 8 വയസ്സ് കഴിഞ്ഞപ്പോഴേക്കും ഈ ഡോക്ടർക്ക് അമേരിക്കയിലേക്കോ പോകേണ്ടി വന്നു. അങ്ങനെ പോയി വന്നപ്പോൾ ഈ കുട്ടിയും കൊണ്ട് തൃശ്ശൂർ എത്തിണ്ട്. നമ്മൾ അവിടെ ചെന്ന് EG-യും പിന്നെ MRI സ്കാനും എല്ലാം എടുപ്പിക്കും ഡോക്ടർ. ഈ വീട്ടിൽ നിന്ന് ഇതുണ്ടായിട്ട് EG എടുത്തിട്ടുണ്ടെങ്കിൽ EG-യിൽ ഒരു പ്രോബ്ലം കാണില്ല. നമ്മൾ തൃശ്ശൂർ എത്തുമ്പോഴേക്കും എല്ലാം നോർമലായി. പിന്നെയും മരുന്ന് കൊടുക്കാൻ പറയും, മരുന്ന് കൊടുക്കും. പിന്നെ 10ാം ക്ലാസ് എത്തിയപ്പോഴാണ് വേറെ നമ്മൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഐപ്പ് ഡോക്ടറുണ്ട്. ഞാൻ അമ്മയിലേക്ക് വരാം. ആ അച്ഛൻ്റെ പേര് പറഞ്ഞില്ല? സേതുമാധവൻ. ഓക്കെ. അപ്പം ശരിക്കും ഈ ചെറിയ പ്രായത്തിലെ തന്നെ ഈ ഫിറ്റ്സ് വന്നു, അത് ഐ ഫിറ്റ്സ് ആയി അല്ലേ? അപ്പോൾ ഇതിനൊരു അറുതിയില്ല, മരണം അടുത്താണ് എന്നൊക്കെ ഡോക്ടർ പറഞ്ഞു. അതായത് അത് പറഞ്ഞത് ഏകദേശം ഒരു 6 years മുൻപാണ്. അതായത് ഈ അടുത്ത കാലത്തോ? അതായത് കോവിഡിന്റെ ഒക്കെ പ്രശ്നങ്ങളും ഒക്കെപ്പാടെ വന്നപ്പോ മെഡിക്കൽ പ്രശ്നങ്ങളൊക്കെപ്പാടെ ബാധിച്ച സമയത്ത് ഡോക്ടർ എന്താ പറഞ്ഞത്? എക്സാക്ട് വേർഡിങ്സ് എന്തായിരുന്നു? അതായത് ഈ പറഞ്ഞ പോലെ ഭയങ്കരമായിട്ട് മെഡിസിനിൽ നിൽക്കുന്നില്ലായിരുന്നു. അപ്പൊ ഡോക്ടേഴ്സ് പറഞ്ഞു ഭയങ്കര കൺട്രോളബിൾ അല്ല ആള്, നമുക്ക് ശ്രമിക്കാം എന്ന് പറഞ്ഞിട്ട്. അല്ല, മീൻസ് എനിക്ക് അറിയുന്നുണ്ട്, എന്റെ അടുത്ത് തന്നെയാണ് പറഞ്ഞത്. കാരണം ഇന്നിപ്പോ ഞാൻ ഇവിടെ നിന്ന് സംസാരിക്കുന്ന വ്യക്തി കുറച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ ഞാനേ ആവില്ല. അതിന്റെ വേരിയേഷൻസ് അങ്ങനെ വരുന്നുണ്ട്. ഒരു മാസത്തിൽ തന്നെ പല രീതിയിൽ അത് എനിക്ക് എഫക്ട് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. അല്ല, നമ്മുടെ നാട്ടിലെ പല കുട്ടികൾക്കും ഫിറ്റ്സ് ബാധിക്കാറുണ്ട്. ഫിറ്റ്സ് അങ്ങനെ അൺയൂഷ്വൽ ആയിട്ട് പതിവില്ലാത്ത രോഗമൊന്നുമല്ല, പല ആളുകളിലും കാണാറുണ്ട്. പക്ഷേ അങ്ങനെയുള്ളൊരു ഫിറ്റ്സ് അല്ല താങ്കളെ ബാധിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് താങ്കൾക്ക് ബ്ലഡ് ക്ലോട്ടിംഗ് കൂടെ ഉള്ളത് കൊണ്ട് അത് ഗുരുതരമായ പ്രശ്നമാണെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടോ? അതായത് ഞാൻ ഈ വീണ് ഡോക്ടേഴ്സ് പറയുന്ന ഒരു കാര്യം, ഈ
അടിച്ച് വീണ എന്തെങ്കിലും സംഭവങ്ങൾ ഈ ബ്രെയിനിലേക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടാക്കിയിട്ടുണ്ടാവും. അതാണ് ഇപ്പൊ ഈ എഫക്റ്റുകൾ കൂടുതൽ കാണിക്കുന്നത് എന്നാണ് അവര് പറയുന്ന ഒരു. അങ്ങനെ അടിച്ചു വീണത് നമുക്ക് ഓർമ്മയുണ്ടോ എവിടെങ്കിലും? ഇങ്ങനെ ഇഷ്ടം പോലെ വീണിട്ടുണ്ട്, നമ്മൾ പലപ്പോഴും വീണിട്ടുണ്ട് അല്ലേ? എനിക്കൊന്ന് ഏത് ഹൈസ്കൂൾ ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണോ ഏറ്റവും ഇത് ഒരു നമുക്കൊരു പ്രശ്നമായിട്ട് തന്നെ മാറിയത്? എനിക്ക് ഈ ഒരു ഇതിന്റെ ഇടയിൽ അദ്ദേഹം പോയപ്പോ ഈ പറഞ്ഞ പോലെ വേറൊരാളുടെ അടുത്ത് എത്തിപ്പെട്ടതിന്റെ പ്രശ്നങ്ങളാണ് കൂടുതൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിയത്. കാരണം സ്കൂളുകളിൽ നമ്മുടെ ശബ്ദം മാറുമ്പോൾ ഉണ്ടാകുന്ന കളിയാക്കലുകള്, ഇൻസൾട്ട് ഒരുപാട് അങ്ങനെ ഉണ്ടായിരുന്നു. ഉണ്ടായിട്ടുണ്ട്. അതുപോലെ ഈ ഫിക്സ് കാണുമ്പോൾ ആളുകൾ നമ്മളെ ഭ്രാന്താണ് എന്നുള്ളതിലാണ് കൺസെപ്റ്റ് ചെയ്യുക. അതായത് വിദ്യാഭ്യാസം ഉണ്ടായാൽ പോലും അതൊരു രോഗമാണ് എന്നുള്ളത് അണ്ടർസ്റ്റാൻഡ് ചെയ്യാനുള്ളത്. നമ്മുടെ കൈകാലികൾ ഇങ്ങനെ വിറയ്ക്കുവോ? ഞാൻ ഭയങ്കര ബലം പിടിക്കും. എനിക്ക് ഈ പറഞ്ഞ പോലെ ഫോക്കസ് മാറും. പിന്നെ ഫോക്കസ് ഒരു സൈഡിലേക്കൊക്കെ പോകുന്ന പോലെയാണ് പോവുക. പിന്നെ ചിലപ്പോ അങ്ങനെ ഈ വീഴല് അത് എപ്പോഴും ഉള്ളതാണ്. പിന്നെ മെമ്മറി ലോസിംഗ് ആണ് നെക്സ്റ്റ്. നമുക്ക് എവിടെയെങ്കിലും പിടിച്ചാലുള്ള ഇഫക്റ്റ് എന്തായിരിക്കും? എനിക്കൊന്നും അറിയാൻ പറ്റില്ല. ഒന്നും അറിയാൻ പറ്റില്ല. എനിക്കത് വന്നു കഴിഞ്ഞാൽ എനിക്കിപ്പോ ഞാൻ വീണ് കിടക്കുന്നുണ്ട്, ഒരാൾ എന്നെ എന്തെങ്കിലും തല്ലി ഇതാക്കിയാൽ പോലും എനിക്ക് അറിയില്ല. ഒന്നും അറിയില്ല. ഡമ്മി ഒരു ലെവലാണ് ആ സമയത്ത്. ഇപ്പോഴും അങ്ങനെയാണ് അതിന്റെ ആ കണ്ടീഷൻ. ഇത് വെച്ചിട്ടാണോ ടീച്ചർ ഇത്രയും വിദ്യാഭ്യാസം പഠിച്ചു? ഞാൻ ഡബിൾ ഡിഗ്രി വിത്ത് TTC ആണ്. ഓക്കെ, അത് കോളേജ് തന്നെ പോയി പഠിച്ചു അല്ലേ? കോളേജിൽ പറഞ്ഞാല് ഞങ്ങള് +2 സയൻസ് ഗ്രൂപ്പ് എടുത്തു. ഈ പറഞ്ഞ പോലെ SSLCയിലെ ടൈമിൽ എനിക്ക് മെഡിക്കൽ കുറച്ച് പ്രശ്നം ഉണ്ടായിരുന്നു. പഠിക്കാനൊക്കെ പഠിക്കായിരുന്നോ? അതെ. അല്ല, ഈ നമ്മൾ ഈ പഠിക്കുന്ന കാര്യങ്ങളെ നമ്മൾ ഹൃദയസ്ഥമാക്കുന്ന കാര്യങ്ങൾ പരീക്ഷയ്ക്ക് എഴുതാൻ ഓർമ്മ വരുമായിരുന്നു? നോർമൽ ആവുമ്പോൾ ഞാൻ വീണ്ടും എനിക്ക് ഇത് ഈ അവസ്ഥ മാറിയ വീണ്ടും ഞാൻ ഇതിനെ മുഴുവൻ പഠിച്ചെടുക്കുകയാണ്. എന്നിട്ട് ഞാൻ ആ ഒരു സ്റ്റേജ് ഓക്കെ ആണെങ്കിൽ ഞാൻ അത് എഴുതുമ്പോൾ എനിക്കത് നല്ല എഫക്റ്റ് ആണ്. ആ പരീക്ഷയിൽ ഞാൻ പാസ്സായിരിക്കും. പക്ഷെ ഇത് നോർമൽ അല്ല എന്റെ മെമ്മറി എങ്കിൽ ഒന്നും കേറില്ല. എനിക്കിപ്പോ അടുത്തിരിക്കുന്ന ഒരു ചെയറിന്റെ പേര് പറഞ്ഞാൽ പോലും ഓർമ്മയുണ്ടാവില്ല. എന്റെ മുന്നിൽ ഇങ്ങനെ നിൽക്കുന്നു, എന്റെ പേരൊക്കെ മറന്നു പോകും. ഈ കണ്ടീഷൻ ഹൈ വന്നു കഴിഞ്ഞാൽ ആ മെമ്മറിയിൽ പോയാൽ. പക്ഷെ പിന്നെ ഞാൻ 4-5 ദിവസം കഴിഞ്ഞ് റിക്കവർ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എല്ലാം ഓർമ്മ വരും. ഇത്രയും കാലത്തെ അനുഭവത്തിനിടയിൽ ഏറ്റവും മാരകമായിട്ട് ഈ പ്രശ്നം, ഈ രോഗം ബാധിച്ചപ്പോഴാണ് 9th ഉണ്ടായ ഒരു പ്രശ്നം ഞാൻ പറഞ്ഞില്ലേ, മെഡിസിൻ മാറിയിട്ടുള്ളത്, അത് ഭയങ്കരമായി ബാധിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കോവിഡ് സമയത്ത് മെഡിസിൻസ് കിട്ടാത്ത ഒരു ഭയങ്കര ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ അതിന്റെ ഇടയിലൊക്കെയും പല സമയങ്ങളില് പോലീസുകാര് വന്നെന്ന് പറഞ്ഞു. വീട്ടില് പോലീസുകാര് അവരെന്തിനായിരുന്നു വന്നത്? എനിക്ക് മെഡിസിൻ ഒരു നേരം ബ്രേക്ക് ആക്കരുതെന്ന് ഡോക്ടേഴ്സ് പറഞ്ഞിരിക്കുന്നത്. മെഡിസിൻ അപ്ഡേറ്റ് ആയിട്ട് പോകാം, ഒരു നേരം പോലും ബ്രേക്ക് ആവരുത്. അഥവാ ഇപ്പൊ നമ്മൾ ഒരു ടൈമിംഗ് ബ്രേക്ക് ആയ അത് ഉച്ചയ്ക്ക് ഇപ്പൊ മോർണിംഗിലത്തെ മറന്നു സപ്പോസ് എങ്കിൽ ഉച്ചയ്ക്ക് അതെടുത്ത് അതിന്റെ കൂടെ ആഡ് ചെയ്ത് കഴിക്കണം, ഉച്ചയ്ക്കുള്ള മെഡിസിൻ്റെ കൂടെ. അത് വിട്ടുപോകരുത്. അത് കാരണം ഇതിന്റെ ഒരു എഫക്റ്റ് പിന്നെ എടുത്തു കഴിഞ്ഞാൽ ഡബിൾ ഇരട്ടിയായിട്ട് എനിക്ക് കാണിക്കും പറഞ്ഞു. അപ്പോൾ ഞാൻ ആ കോവിഡ് സമയത്ത് മരുന്നുകൾ കിട്ടുന്നില്ല. ഞാനാണെങ്കിൽ രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരം ഒക്കെ ഈ പോലീസുകാരെ വിളിക്കലാ പണി. കാരണം അവരാണല്ലോ ആ സമയത്ത് മെഡിസിൻസ് എത്തിച്ചു തരിക. അപ്പോൾ കൊല്ലങ്കോട് പോലീസ് 2-3 ദിവസം ശ്രമിച്ചിട്ടും എൻ്റെ മെഡിസിൻ എത്തുന്നില്ല. അത് കഴിഞ്ഞ് നെന്മാറ പോലീസ് സ്റ്റേഷനിലുള്ളവർ, വടക്കഞ്ചേരി പോലീസ് സ്റ്റേഷനിലുള്ള ആൾക്കാർ, അവരൊക്കെ എന്നെ ഇങ്ങനെ വിളിക്കുന്നുണ്ട്. കാരണം അവര് ഇടയിൽ കിട്ടുന്ന മരുന്ന് ഇപ്പൊ നമുക്ക് ജനസേവ അങ്ങനെ എന്തൊക്കെ ഉണ്ടല്ലോ. അപ്പൊ പക്ഷെ അത് ഡോക്ടേഴ്സ് പറഞ്ഞു അങ്ങനത്തെ മെഡിസിൻ ഞാൻ എടുക്കാൻ പാടില്ല പറഞ്ഞു. വില കുറവ് മെഡിസിൻ പാടില്ല പറഞ്ഞു. കാരണം ഇത് അതിന്റെ പറ്റുന്ന കാര്യമല്ല പറഞ്ഞു. അങ്ങനെ ഇവര് ഭയങ്കരമായി ട്രൈ ചെയ്ത് തൊടുപുഴ ഫയർഫോഴ്സ് ടീമുകാരാണ് 20 ടാബ്ലറ്റ് എങ്ങനെയൊക്കെയോ അവിടെ എത്തിച്ച് തന്നത്. അത് ഏകദേശം 1 ആഴ്ചയോളം സമയം. ഈ മരുന്നുമായിട്ടാണോ പോലീസുകാർ വീട്ടിൽ വന്നത്? അതെ, വീട്ടില്. നാട്ടുകാരെന്ന് പറയാൻ പറ്റില്ല, എനിക്ക് ചില വ്യക്തികളിൽ നിന്ന് വേണമെങ്കിൽ പറയാം. നാട്ടുകാരെന്ന് പറയാൻ പറ്റില്ല, കാരണം ഞാൻ പൊതുവെ എല്ലാവരോടും നല്ല രീതിയിൽ പെരുമാറാണ്. പിന്നെ അച്ഛൻ ഈ 42 വർഷം ലൈബ്രറി എന്നുള്ള അച്ഛനെ ആ ഒരു റെസ്പെക്റ്റിലാണ് എല്ലാവരും കണ്ടിരുന്നത്. സോ നമ്മളോടും ആ ഒരു ഇത് നാട്ടുകാർക്ക് ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ ഈ പോലീസ് സ്റ്റേഷനിൽ വിളിക്കുന്നതും ഇതുമൊക്കെ എൻ്റെ മെഡിക്കൽ എൻ്റെ കാര്യങ്ങൾക്കാണ്. പക്ഷെ അത് എന്താന്ന് പോലും മനസ്സിലാക്കാതെ ചിലർ ഈ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിലെയും പോലീസുകാരൊക്കെ വന്നപ്പോൾ ഞാൻ ഇവരെ വിളിച്ചു വരുത്തുകയാണെന്നുള്ള രീതിയിൽ എന്നെ വല്ലാതെ ഹർട്ട് ചെയ്യുന്ന പോലെ സംസാരിച്ചു. ഈ കോവിഡ് കാലം ആയതുകൊണ്ടാണ്. ആ കോവിഡ് കാലത്ത് അവര് നമ്മൾ പുറത്തിറങ്ങിയ പിടിക്കും. അപ്പൊ അത് പിടിക്കാൻ വന്ന പോലീസുകാരെന്നാണ് മറ്റുള്ളവർ വിചാരിച്ചല്ലേ? ഞാൻ പോയി വരുമ്പോഴേക്കും വീണ്ടും വരും, എന്തെങ്കിലും 2 ദിവസം കഴിയുമ്പോഴേക്കും വീണ്ടും വരുന്നുണ്ട്. അപ്പൊ ഇവരുടെ വിചാരം ഞാൻ എന്തോ ഇവിടെ വിളിച്ചു വരുത്തുകയാണെന്ന് പറഞ്ഞിട്ട് മറ്റുള്ളവരെ പിടിപ്പിക്കാൻ വേണ്ടി അങ്ങനെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് എനിക്ക് അത് വല്ലാത്തൊരു ഹർട്ടിങ് ആയി. കാരണം ഞാൻ ഒരിക്കലും ആ വ്യക്തികളിൽ നിന്ന് അങ്ങനെ ഒരു കാര്യം പ്രതീക്ഷിച്ചിട്ടില്ല.
ഞാൻ അവരോട് അപ്പൊ ലേഖയുടെ കാര്യങ്ങളൊന്നും ഇവർക്ക് അറിയില്ലേ അയാൾ താമസിക്കുന്ന ആളുകൾ? അവർക്കൊക്കെ അറിയാം. ബട്ട് ഞാൻ ഈ പറയുന്നത് അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നില്ല. അവരുടെ വിചാരം ഈ സമയത്ത് പോലീസ് കേസായ പ്രശ്നമാണല്ലോ, പ്രശ്നമാണ്. അപ്പൊ ഇവരുടെ വിചാരം ഞാനിത് പോലീസിനെ വരുത്തുകയാണ്, ഈ കോവിഡുകാരെ ഇതാവാന്നുള്ള മട്ടിലാണ്. ഞാൻ പറയുന്നുണ്ട് എന്റെ മെഡിസിനിലേക്കുള്ളതാണ് ഞാൻ വിളിക്കുന്നത്, നിങ്ങൾ ഒന്ന് അന്വേഷിച്ചിട്ട് എന്നെ കുറ്റപ്പെടുത്തിക്കോ. ഞങ്ങൾക്ക് അതെനിക്ക് ഭയങ്കര ഹർട്ടിങ് ചെയ്തു. ആ ഒരു ഇത് എനിക്ക് ഈ 3 കൊല്ലം ഞാൻ ഒരുവിധം റിക്കവർ ചെയ്തെടുത്ത മെഡിക്കൽ ലെവൽ മൊത്തം എന്നെ താളം തെറ്റിച്ചു പോയി. എനിക്ക് ട്രീറ്റ്മെന്റ് എടുക്കുന്നത് അമൃതയിലെ വിവേക് നമ്പ്യാർ ഡോക്ടറാണ്. അപ്പോൾ ഞാൻ ഡോക്ടറോട് പറഞ്ഞു എനിക്ക് വീട്ടിൽ നിൽക്കാൻ പറ്റുന്നില്ല, കാരണം എനിക്കിത് മാനസികമായിട്ട് വല്ലാതെ കൊണ്ടു. കാരണം ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു കാര്യമാണ് എൻ്റെ മുന്നിൽ വരുന്നത്. അപ്പോൾ ഞാൻ വിവേക് നമ്പ്യാർ എന്ന് പറയുന്നത് നമ്മുടെ ഇയ്യങ്കോട് മാഷിന്റെ തന്നെ ഫാമിലിയിലെ വ്യക്തിയാണ്. അപ്പോൾ അച്ഛനെയൊക്കെ നേരത്തെ അറിയണോണ്ട് ഞാൻ വിവേകേട്ടൻ എന്നാ വിളിക്കുക. ഇങ്ങനെ എന്നോട് എനിക്ക് ഒരു തരത്തിലും വീട്ടിൽ നിൽക്കാൻ പറ്റണില്ല, ഇതും കൂടെ എഫക്റ്റ് എനിക്ക് തന്നു. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, ലേക്ക് ഒരു കാര്യം ചെയ്യും, തൽക്കാലം അവിടെ നിന്ന് ഒന്ന് മാറി നിൽക്കൂ പറഞ്ഞു. അങ്ങനെ അതൊന്നും ഉണ്ടായില്ല. ഈ ഒരു സംഭവം കാരണം നമ്മള് അതും എല്ലാവരും കുറെ പേര് കേൾക്കുമ്പോ പറയുമ്പോ ഉണ്ടാകുന്ന ഒരു മാനസികാവസ്ഥ പറഞ്ഞാൽ നമ്മൾ തെറ്റ് ചെയ്യാതെ ശിക്ഷിക്കപ്പെടുന്ന ഒരു അവസ്ഥ പറഞ്ഞാൽ അത് വളരെ വലുതാണ്. അത് ആര് തന്നെയാണെങ്കിലും എനിക്ക് പറയാനുള്ളത്. അതും ഈ ഒരു മരുന്നും കിട്ടാതെ ഞാൻ എങ്ങനെയൊക്കെയോ പിടിച്ചു നിൽക്കുമ്പോൾ അത് ഉൾക്കൊള്ളുക എന്നുള്ളത് എൻ്റെ മൈൻഡിനും ശരിയാവില്ല, ന്യൂറോയ്ക്കും പറ്റുന്ന ഒരു കാര്യമായിരുന്നില്ല. അപ്പൊ ഇതൊക്കെ കഴിഞ്ഞ് ഞാൻ പറഞ്ഞു ലേഖ ഈ മെഡിസിൻസ് എടുക്കുന്നുണ്ടെങ്കിലും മൈൻഡ് ശരിയാവുന്നില്ല, സോ ഒന്ന് മാറി നിൽക്കണം പറഞ്ഞു എൻ്റെ അടുത്ത്. അപ്പൊ അങ്ങനെ ഞാൻ വീടിൻ്റെ അടുത്ത് തന്നെ അച്ഛൻ്റെ തറവാടുണ്ട്, അതിനെയൊക്കെ ഒന്ന് റിക്കവർ ചെയ്യിപ്പിച്ചിട്ട് മീൻസ് ഒന്ന് ക്ലീൻ ചെയ്യിപ്പിച്ച്. അച്ഛൻ്റെ ഒരു സിസ്റ്റർ ഉണ്ടായിരുന്നു, അവര് മാരേജ് ചെയ്ത് പാലക്കാടാണ്. അവര് മക്കളൊന്നുമില്ല, അവര് വിവാഹം ചെയ്ത് ആദ്യ ഭർത്താവ്, അതിലെ കുട്ടികളുണ്ട്. പക്ഷെ ഇവരെ ഏജ് ആയപ്പോൾ ഇവരെ നോക്കാൻ വയ്യാതെ അവരിട്ട്. അപ്പൊ ഞാൻ അവരെ കൂട്ടിക്കൊണ്ടുവന്നു. മീൻസ് അവരെ നോക്കാൻ ആളില്ല, എനിക്കാണെങ്കിൽ ഒരാൾ വേണം. അപ്പൊ ഞാൻ അവരോട് വന്നിട്ട് പറഞ്ഞു എനിക്ക് നിങ്ങളെപ്പോലെ അവരെ ഇട്ടിട്ട് വരാൻ പറ്റില്ല, സോ ഞാൻ കൊണ്ടുപോകണമെന്ന് പറഞ്ഞിട്ട് ഈ പാലക്കാടൻ ഭാഗങ്ങളില് അച്ഛൻ്റെ പെങ്ങളെ അച്ഛയമ്മ എന്നാ വിളിക്കുക. അപ്പൊ അച്ഛയമ്മയെ കൊണ്ടുവന്നു. ഞാനും അച്ഛയമ്മയും കൂടെ ആ തറവാട്ടിൽ കഴിഞ്ഞ 2 കൊല്ലം ഇരുന്നു. അവിടെ വെച്ചിട്ടാണ് ആൾ മരിച്ചത്. അതിനുശേഷമാണ് ഞാൻ വീണ്ടും അച്ഛനും അമ്മ ഇരിക്കുന്ന വീട്ടിലേക്ക് വന്നിരിക്കുന്നത്. ഓക്കെ, ഇപ്പൊ പഴയ ആളുകൾക്ക് വിശ്വാസമായോ കോവിഡ് കഴിഞ്ഞല്ലോ? അല്ല, മാനസികമായിട്ട് തളർന്നുപോയി. തീർച്ചയായിട്ടും അത് എന്റെ ഒരു മാനസികാവസ്ഥ ഒരാളോട് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റും. എനിക്ക് തോന്നുന്നു ഈ പ്രോഗ്രാം അവർ കാണുകയാണെങ്കിൽ അവർക്ക് ധാരണാപേക്ഷ ഇപ്പോഴെങ്കിലും മാറുമെന്ന് എനിക്ക് തോന്നുന്നു. മാറിയാൽ നല്ലത് അത്ര. അല്ലെങ്കിൽ ഒരുപക്ഷെ ഞാൻ ഇപ്പൊ വിചാരിക്കുന്നത് എനിക്ക് ദൈവം ചില അവസരങ്ങൾ തരികയാണ് നമ്മളെന്താണ് നമ്മളെ മനസ്സിലാക്കാൻ. അത്രയും ഞാൻ എനിക്ക് എന്റെ ജീവിതത്തിൽ അനുഭവിച്ച ഓരോ കാര്യങ്ങളും ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം ഏറ്റവും അതാണ്. എനിക്ക് അവസരങ്ങൾ തരുന്നു. അപ്പൊ നമുക്ക് ഈ ഒരു മത്സരത്തിന്റെ കാര്യമൊക്കെ പറയാം. അപ്പൊ കുട്ടേട്ടനെ പരിചയപ്പെട്ടോ? പരിചയപ്പെട്ടു. ഹായ് കുട്ടേട്ടാ. നമസ്കാരം ലേഖ. നമസ്കാരം. പാലക്കാട് എന്തൊക്കെയാണ് വിശേഷങ്ങൾ? പാലക്കാട് നല്ല ഗ്രാമപ്രദേശമാണ്, കുഴപ്പമില്ല. നാട്ടിലുള്ള ആളുകളോട് കുട്ടേട്ടന്റെ അന്വേഷണം അറിയിക്കുക. തീർച്ചയായും. ലേഖ നന്നായി മത്സരിക്കൂ. ലേഖയെ കാത്തിരിക്കുന്നത് 1 കോടി രൂപയാണ്. ഓക്കെ, താങ്ക് യു. വെൽക്കം. അപ്പൊ 10 ചോദ്യങ്ങൾ വഴി 1 കോടിയിലെത്താം, 20 ചോദ്യങ്ങൾ വഴി 1 കോടിയിലെത്താം. ഏത് വേണമെങ്കിലും ആകാം നമുക്ക്. 20 ചോദ്യങ്ങൾ വഴി പതുക്കെ പോയാൽ മതി. അതല്ല, നമുക്ക് താങ്കളുടെ ജീവിതാനുഭവങ്ങൾ, അത് മാത്രമല്ല പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഒരുപക്ഷെ പെട്ടെന്ന് ഡൈജസ്റ്റ് ആകാത്ത ജീവിതാനുഭവങ്ങളാണ് താങ്കൾക്കുള്ളത്. തീർച്ചയായും. ഞാൻ ആദ്യത്തെ ചോദ്യത്തിലേക്ക് കിടക്കുന്നു. 10,000 രൂപയുടെ ചോദ്യമാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, മോണിറ്റർ പ്ലീസ്. അപ്പൊ അങ്ങോട്ട് നോക്കിക്കോളൂ, ഞാൻ ഒരു സ്റ്റില്ല് കാണിച്ചു തരാം. പ്ലേ. കേരളത്തിൽ ഇന്നും പ്രചാരത്തിലുള്ള അടപലക എന്ന ഈ ഉപകരണം പണ്ട് കാലം മുതൽ എന്ത് ആവശ്യത്തിനാണ് പ്രധാനമായും ഉപയോഗിച്ചു വന്നത്? ഓപ്ഷൻ എ കഞ്ഞി വാർക്കാൻ, ഓപ്ഷൻ ബി അടപ്രഥമൻ ഉണ്ടാക്കാൻ, ഓപ്ഷൻ സി ഇലയട പാകം ചെയ്യാൻ, ഓപ്ഷൻ ഡി തേങ്ങ ചിരവാൻ. കഞ്ഞി വാർക്കാനായിരിക്കും. ആയിരിക്കോ? ഉറപ്പാണോ? ഞാൻ എന്താ വെച്ചാ പഴയ കാലത്തെ സംഭവങ്ങൾ നമ്മുടെ മൈൻഡിൽ പോകുന്നില്ല, അതുകൊണ്ടാണ് കഞ്ഞി വാർക്കാൻ. ഓപ്ഷൻ എ കഞ്ഞി വാർക്കാൻ. അത് പൂട്ടാമോ എനിക്ക്? ഓക്കെ, ഞാൻ പൂട്ടി. ഈ അടപലക എനിക്കൊന്ന് ചിലപ്പം ഈ വടക്കൻ കേരളത്തിൽ അങ്ങനെ കാര്യമായിട്ട് ഉപയോഗിക്കുന്നുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. താങ്കൾ പറഞ്ഞത് എനിക്ക് മനസ്സിലായി. പക്ഷേ ഈ തെക്കൻ കേരളത്തിലൊക്കെ വ്യാപകമായിട്ട് ഈ അടപലക ഉപയോഗിക്കുന്നുണ്ട്. അത് കഞ്ഞി വാർക്കാൻ തന്നെയാണ് ഉത്തരം. ശരിയാണ്. ഓപ്ഷൻ എ. 10,000 രൂപയാണ്. ഇത് അമ്മമാരൊക്കെ ഉപയോഗിക്കുന്നതാ അല്ലേ വീട്ടിലൊക്കെ? ഇപ്പൊ ഇതൊന്നും കാണത്തില്ല, എന്നാലും ഒരു കാലത്ത് ഈ അടപലക പണ്ട് ഇത് ഉപയോഗിച്ചിട്ട് തന്നെ വാർത്തിരുന്നു. അമ്മേ, ഞാനും ഒക്കെ ഇത് വെച്ച് കഞ്ഞി വാർത്തിട്ടുണ്ട്. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക്.
20,000 രൂപയുടെ ചോദ്യത്തിലേക്ക് നമ്മൾ കടക്കുന്നു. 20,000 rupees. ക്വസ്റ്റ്യൻ പ്ലീസ്. ചോദ്യം ഇതാണ്: പെരിയാർ കൂടാതെ കേരളത്തിലുള്ള കടുവാ സങ്കേതം ഏതാണ്? ഓപ്ഷൻ എ ഇരവികുളം, ഓപ്ഷൻ ബി പാമ്പാടുംചോല, ഓപ്ഷൻ സി പറമ്പിക്കുളം, ഓപ്ഷൻ ഡി മതികെട്ടാഞ്ചോല. പറമ്പിക്കുളം കടുവ. പറമ്പിക്കുളം എടുക്കാം. കൂട്ടട്ടെ ഞാൻ ലോക്ക് ചെയ്യുന്നു. ഉറപ്പിച്ചു പറഞ്ഞോ? ഉറപ്പിച്ചു. മാറില്ലല്ലോ ഇനി. ഇല്ല. ഓപ്ഷൻ സി പറമ്പിക്കുളം പൂട്ടി. അച്ഛനോടൊന്ന് ചോദിക്കാം, ഇത് ശരിയായിരിക്കും അച്ഛാ? ശരിയായിരിക്കും വിചാരിക്കുന്നു. ഈ അച്ഛനെ കാണുമ്പോൾ എനിക്ക് വേറെ ആരോ ഓർമ്മ വരുന്നുണ്ട്. അതാരെയാന്ന് എനിക്ക് പിടികിട്ടുന്നില്ല. ഞാൻ ഇങ്ങനെ ആലോചിക്കുക, വേറെ ആരോ എനിക്ക് വളരെ അടുത്ത് പരിചയമുള്ളൊരു മനുഷ്യന്റെ നല്ല മുഖച്ഛായ അങ്ങേക്കുക. ഓക്കെ, ഓപ്ഷൻ സി പറമ്പിക്കുളം. തുറക്കട്ടോ? താങ്കൾ പറഞ്ഞ എന്റെ ലേഖ ടീച്ചറെ, താങ്കൾ പറഞ്ഞ ഉത്തരം കൊല്ലംകോട്ടുകാർ മിക്കവാറും താങ്കളെ ഓടിക്കാൻ സാധ്യതയുണ്ട്. ഓടിക്കോ? ഉണ്ടാവില്ല. ഉത്തരം ശരിയാണ്. 20,000 രൂപയുടെ ഉത്തരമാണ്. നമുക്ക് ടീച്ചറിന്റെ കാര്യങ്ങളൊക്കെ യഥാർത്ഥത്തിൽ ആവേശം കൊള്ളിക്കുന്ന, പ്രത്യേകിച്ച് ഈ കിട്ടുന്ന തുച്ഛമായ വരുമാനം മുഴുവൻ സ്വരുക്കൂട്ടി വെച്ച് ഈ 21 കുട്ടികളെയൊക്കെ രക്ഷപ്പെടുത്താനും അവരെ രക്ഷിക്കാനും ജീവിതം മുഴുവൻ മാറ്റിവെച്ചു എന്നൊക്കെ പറഞ്ഞാൽ ചെറിയ കാര്യമല്ല. പ്രത്യേകിച്ച് ടീച്ചറിന് അങ്ങനെ സ്ഥിരമായ ഒരു സർക്കാർ ജോലി അങ്ങനെയൊന്നും ഇല്ലായിരുന്നല്ലോ. എനിക്കൊന്ന് ഗസ്റ്റ് അധ്യാപികയായിട്ട് ജോലി ചെയ്തു അല്ലേ, പിന്നെ ട്യൂഷൻ എടുത്തു. ഇങ്ങനെയൊക്കെ ഉണ്ടാക്കുന്ന പൈസയാണ് മറ്റുള്ള കുട്ടികൾ കൊണ്ട് ഉപയോഗിച്ചത്. അതെനിക്ക് ആ കുട്ടികളെ ഓട്ടിസവും ഒക്കെ ബാധിച്ച കുട്ടികളായിരുന്നു അല്ലേ? ഓട്ടിസവും ഫിറ്റ്സും ഒക്കെ ബാധിച്ച കുട്ടികളാണ്. ഈ 21 കുടുംബങ്ങളിൽ നിന്ന് ഈ കുട്ടികളെ എങ്ങനെയാ കണ്ടുപിടിച്ചത്? അതായത് ഞാൻ ഈ പറഞ്ഞ പോലെ ഞാൻ കുറച്ച് കോംപ്ലിക്കേറ്റഡ് സ്റ്റേജിൽ ഞാൻ തോമസ് ഐബ് ഡോക്ടറെ അടുത്താണ് എത്തിപ്പെടുന്നത്. കാരണം ഞാൻ ഓരോ ഡോക്ടേഴ്സിന്റെ പേര് നമ്മൾ ചിലർ പറയരുത് വരും, പക്ഷെ ഞാൻ എടുത്തു പറയുന്നത് ആ പറഞ്ഞ ഡോക്ടേഴ്സ് ആണ് ശരിക്കും എന്നെ എന്റെ ലൈഫിൽ എന്നെ മാറ്റിയെടുത്തിരിക്കുന്നത്. അങ്ങനെ തോമസ് ഐബ് ഡോക്ടറെ അടുത്ത് എത്തി, അദ്ദേഹത്തിന്റെ ട്രീറ്റ്മെന്റ് തുടങ്ങി. ഈ വോക്കൽ കോഡ്സിന്റെയും അതുപോലെ കാലിന് തളർച്ച വന്നു പറഞ്ഞില്ല, നടക്കാൻ പറ്റാത്ത ബുദ്ധിമുട്ടാണ്. അപ്പൊ അതിനുള്ളതൊക്കെ ഡോക്ടർ അതിനുള്ള വ്യക്തികളെ കണക്ട് ചെയ്ത് എല്ലാം ഒന്ന് റിക്കവർ ചെയ്തു വന്നു. അപ്പൊ ഞാൻ ഈ എഡ്യൂക്കേഷൻ കഴിഞ്ഞപ്പോൾ ഡോക്ടറോട് പറഞ്ഞു, എന്റെ ആഗ്രഹം എനിക്ക് ഇന്നത് ചെയ്യാനാണ്, അതായത് എന്റെ അതേ അവസ്ഥയിലുള്ള കുറച്ച് പേർക്ക് എന്തെങ്കിലും ചെയ്യണം എന്നാണ്. അപ്പൊ അമ്മോടും അച്ഛനോടും ഡോക്ടർ നിങ്ങൾക്ക് ലേഖ ചെയ്യുന്നില്ല. അപ്പൊ അമ്മ പറഞ്ഞു അവളുടെ ഇഷ്ടം എന്താന്ന് വെച്ച് ചെയ്തോട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ സ്കൂളുകൾ വഴി അതുപോലെ പോലീസ് ഹെൽപ്പോടെ ഒക്കെ കൊല്ലങ്കോട് എലവഞ്ചേരി പഞ്ചായത്തിൽ നിന്ന് ഞാൻ ഈ ഓട്ടിസവും ഫിക്സും ഉള്ള 17 കുടുംബങ്ങളെ കണ്ടെത്തി. അതിൽ 3 ഫാമിലിയിൽ ഈ 2 കുട്ടികൾ ഈ കണ്ടീഷനാണ്. ഈ 21 കുട്ടികളെ നോക്കിയെന്ന് പറയുമ്പോൾ അവരുടെ എല്ലാ ദിവസവും എല്ലാ നേരമുള്ള ഭക്ഷണവും എല്ലാം ടീച്ചറാണോ നോക്കിയിരുന്നത്? അങ്ങനെയല്ല. അതായത് ഇപ്പൊ ഇവരെല്ലാം പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന, വീടടക്കം മഴയെ ചോർന്ന് ഒലിക്കുന്ന അങ്ങനത്തെ വീടുകളിലുള്ളവരിപ്പോഴും ഉണ്ട്. അതിൽ അത്രയും ബുദ്ധിമുട്ടുള്ള ഫാമിലിയിലെ കുട്ടികളാണ്. ഇവർക്ക് എന്ന് പറഞ്ഞാൽ ഈ അമ്മമാർക്ക് ഈ കുട്ടികളെ ഇട്ടിട്ട് ഒരു പണിക്ക് പോകാൻ പറ്റില്ല. പിന്നെ ഇതിലെ ഒരു ഇതെന്താന്ന് വെച്ചാൽ പലരുടെയും അച്ഛന്മാര് കുട്ടി ഇതാണെന്ന് പറഞ്ഞ് ഉപേക്ഷിച്ചു പോയവർ. അവർക്കാണെങ്കിൽ ഈ പറഞ്ഞ ഭർത്താക്കന്മാരോട് പോയിട്ട് വഴക്കും ലഹളയും ബഹളത്തിനും ഒന്നിനും പറ്റുന്ന ഒരു വരുമാനവും മാർഗം ഒന്നും ഇല്ലാത്തവരാണ്. ഭക്ഷണം പോലും നേരെ ഇല്ല വീട്ടില്. അപ്പൊ ഞാൻ ഇങ്ങനെ അവരെ പോയി ഓരോരുത്തരും സംസാരിച്ചു ഇതായി. അങ്ങനെ ഒരു ദിവസം ഈ അമ്മമാരോടും എല്ലാവരോടും ഞാൻ എനിക്ക് കാണണം പറഞ്ഞിട്ട് വിളിച്ചിട്ട് അവരോട് ഞാൻ ലൈബ്രറിയിൽ തന്നെ വരാൻ പറഞ്ഞത്. അച്ഛൻ അന്ന് അവിടെ ഉണ്ട്. ലൈബ്രറി വലിയ സ്പേസ് ഒക്കെ ഉള്ള ലൈബ്രറിയാണോ? വലിയ ലൈബ്രറി സ്പേസ് ഒക്കെ ഉണ്ട് അല്ലേ? അങ്ങനെ വിളിച്ചിട്ട് ഞാൻ അമ്മമാരോട് പറഞ്ഞു, ഞാൻ ഒരു കാര്യം ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട് ഇങ്ങനെ നിങ്ങളുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ട്. അതില് ഒരു 6-7 ഫാമിലി സൂയിസൈഡ് എന്നുള്ള ഒരു അറ്റംപ്റ്റ് വരെ പോയി നിന്ന കേസുകളാണ്. അവർക്ക് ജീവിക്കാൻ ഒന്നുമില്ല, വേറെ വഴിയില്ല അതല്ലാതെ. ആ സമയത്താണ് ഞാൻ ഇവരുടെ അടുത്ത് എത്തിപ്പെടുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ എന്ത് ചെയ്തു തരുന്നത് നിങ്ങൾ ഇവിടെ ഒരാളോടും പറയരുത്. ഈ നാട്ടിൽ നിങ്ങളുടെ സുഹൃത്തുക്കളായാലും നിങ്ങളുടെ ബന്ധുക്കളായാലും ആരോടും പറയരുത്. ഇത് ആളുകൾ അറിഞ്ഞാൽ എന്താ? ടീച്ചർ എന്താ കണ്ടത്? കാര്യം ഒരുപാട് കാലം ടീച്ചർ ഈ ചെയ്യുന്ന കാര്യം ആരും അറിഞ്ഞിരുന്നില്ല. എനിക്കൊന്ന് ഒരു 10-14 വർഷം കഴിഞ്ഞാണ്, 13 വർഷം ഇത് രഹസ്യമാക്കി വെച്ചിരുന്നു. എന്തിനത് രഹസ്യമാക്കി വെക്കണം? അല്ല, കാര്യം നമ്മളിത് ഒളിസങ്കേതത്തിൽ നടത്തേണ്ട കാര്യമല്ലല്ലോ. അല്ല, എന്നെ സംബന്ധിച്ച് ഞാൻ എന്താന്ന് ഉദ്ദേശിച്ചതെന്ന് പറഞ്ഞാൽ, ഞാൻ ചെയ്യുന്ന കാര്യം അത് എന്നിലോട് അങ്ങോട്ട് തീരട്ടെ. ഇത് എനിക്ക് കിട്ടുന്ന വരുമാനത്തിൽ എനിക്ക് എന്താണോ ചെയ്തു തരാൻ പറ്റുക അത് മാത്രമാണ്. പിന്നെ ഞാൻ ആരോടും പറയാതിരുന്നതിന്റെ മറ്റൊരു കാരണം, ഒരു പക്ഷെ എന്നേക്കാൾ നല്ല ചെയ്യാൻ കഴിവുള്ളവരുണ്ടാവാം. അപ്പൊ ഞാൻ ഇത് ചെയ്യണമെന്ന് പറഞ്ഞാൽ അവർക്ക് ചെയ്തു കൊടുക്കാൻ വല്ലവരും വരികയാണെങ്കിൽ അത് ബ്രേക്ക് ആയി പോകരുത്. അതും എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അപ്പൊ ഞാൻ അമ്മമാരോട് പറഞ്ഞു, നിങ്ങൾ മറ്റുള്ളവരെന്തെങ്കിലും ചെയ്തു തരികയാണെങ്കിൽ വാങ്ങിച്ചോളൂ, ഒപ്പം ഈ കാര്യം നിങ്ങൾ എനിക്ക് പറ്റുന്ന കാര്യങ്ങൾ ഞാൻ ചെയ്തു തരാമെന്ന് പറഞ്ഞു. ഇനി വരുമാനം, അതായത് ഇത്രയും അധികം കുട്ടികളെ നോക്കാൻ, അവരുടെ കാര്യങ്ങളൊക്കെ നോക്കാനും ഒരു പരിധിവരെ അവരുടെ കുടുംബത്തെയൊക്കെ സംരക്ഷിക്കേണ്ട ബാധ്യത വരുമല്ലോ അങ്ങനെ വരുമ്പോൾ. കാര്യം ഈ കുട്ടികൾ ഇപ്പം ഈവൻ ഒരു മാർഗവും 2 അറ്റം കൂട്ടിമുട്ടിക്കാൻ പറ്റാത്ത ആൾക്കാരാണല്ലോ ഈ സെലക്ട് ചെയ്യപ്പെട്ട കൂടുതൽ ആൾക്കാർ. അപ്പൊ നമ്മുടെ വരുമാന മാർഗം എന്തായിരുന്നു? അതാണ് ഞാൻ ആ സമയത്ത് ഈ 13 വർഷവും ഞാൻ ട്യൂഷൻ,
അതേപോലെ മോർണിംഗ് ഈവനിങ് ട്യൂഷൻ എടുത്തിരുന്നു. ട്യൂഷൻ എടുക്കും, കുട്ടികൾക്ക് ട്യൂഷൻ എടുത്തിരുന്നു. അതുപോലെ ടീച്ചിങ് പോയിരുന്നുണ്ടായിരുന്നു. ഒരു 3 വർഷമായിട്ടാണ് ടീച്ചേഴ്സ് ജോബ് സ്റ്റോപ്പ് ചെയ്തത്. ഡോക്ടർമാരെ എനിക്ക് ഈ ക്ലാസ് എടുക്കുമ്പോൾ വീഴ്ച പ്രശ്നമാവുന്നു എന്ന് പറഞ്ഞു. അത് ബ്രേക്ക്. ഈ കിട്ടുന്ന ട്യൂഷൻ ഫീസ് എല്ലാം പിന്നെ അച്ഛമ്മ പെൻഷനർ ആയിരുന്നു. അപ്പൊ ഗവൺമെന്റ് പെൻഷൻ ആയതുകൊണ്ട് എല്ലാ മാസവും 10,000 രൂപ എന്റെ കയ്യിൽ തരും പെൻഷൻ കിട്ടിയ. അച്ഛമ്മയുടെ പെൻഷനിൽ കിട്ടുന്ന പൈസയും നമ്മള് പിന്നെ എന്റെ ഒരു ഫ്രണ്ട് ഒരു ഈ ഓർണമെന്റ്സിന്റെ ഒക്കെ ഷോപ്പ് ഉണ്ടായിരുന്നു. അപ്പൊ അതിൽ കസ്റ്റമർ കെയർ പോലെ ജസ്റ്റ് വർക്ക് ചെയ്തിരുന്നു. അപ്പൊ ഞാൻ എനിക്ക് അറിയുന്ന സുഹൃത്തുക്കളോട് അവിടെ നിന്ന് അപ്പൊ അതിന്റെ ഒരു കമ്മീഷൻ പോലെയും എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു. സാറ്റർഡേ സൺഡേയിലാണ് അത് വർക്ക് ചെയ്തിരുന്നത്. അപ്പൊ ഈ ഇൻകം കംപ്ലീറ്റ് ഞാൻ ഇവർക്ക് വേണ്ടി മാറ്റിവെച്ചു. അപ്പൊ സ്വന്തം ആവശ്യത്തിന് ഈ പൈസ ഉപയോഗിക്കത്തില്ല? ഇല്ല, കാരണം ഞാൻ അച്ഛനോട് പറയും, അച്ഛമ്മയല്ല അച്ഛനും അമ്മയുടെ ഞങ്ങളെ മക്കളെ നോക്കേണ്ടത്, അച്ഛമ്മയുടെ പൈസ എടുക്കാൻ പാടില്ല പറയും. ഇത് അറിയാതെ സൂക്ഷിച്ചതുകൊണ്ട്, അതായത് രഹസ്യമാക്കി വെച്ചിരുന്നതുകൊണ്ട് മറ്റുള്ളവരുടെ ഒരു സഹായവും ഈ സമയത്ത് കിട്ടിയിട്ടില്ലല്ലോ. 13 വർഷം വരെയും എനിക്ക് ഏതൊരു വ്യക്തിയുടെ മുന്നിൽ നിന്ന് ഞാനത് പറയുന്നത് ഒരു ഇതായിട്ടല്ല, പക്ഷെ എനിക്കിപ്പോൾ ഏറ്റവും അഭിമാനത്തോടു കൂടി പറയാൻ പറ്റുന്ന ഒരു കാര്യം, ഈ 13 വർഷം ഈ ന്യൂസ് വാർത്തകളൊക്കെ വരുന്നതിന് മുന്നേ ഒരാളുടെ നിന്ന് ഞാൻ ആ കുട്ടികളുടെ കാര്യത്തിന് 10 രൂപ വാങ്ങി. പിന്നെ എങ്ങനെ ഈ ന്യൂസ് പുറത്തു വന്നത്? ടീച്ചർക്ക് ഇത് പുറത്തു വരാൻ ഒരു താല്പര്യമില്ലായിരുന്നു? താല്പര്യമില്ലായിരുന്നു. ഞാൻ ഈ പറഞ്ഞ പോലെ മെഡിക്കൽ ട്രീറ്റ്മെന്റ് ചെക്കപ്പ് കറക്റ്റായി പോവാതെ വീണ്ടും പ്രശ്നങ്ങൾ തുടങ്ങിയപ്പോൾ എന്റെ ഫ്രണ്ട്സ് ഇങ്ങനെ. അത് രഹസ്യമാണോ? അങ്ങനെയാണെങ്കിൽ അതവിടെ ഇരിക്കട്ടെ, നമുക്ക് ചോദ്യത്തിലേക്ക് വന്നിട്ട് അല്പം കൂടെ കഴിഞ്ഞിട്ട് നമുക്ക് രഹസ്യം പൊളിക്കാം. എല്ലാം കൂടെ പ്രേക്ഷകർ ഒന്നിച്ച് കേട്ടാ ഇപ്പൊ തന്നെ അവരാകെ ഒരിതായി കാണും. ഇങ്ങനെ ഒരു കാരണം ഇതിലെ ഹൈ ലെവലിലുള്ളൊരു ഫിറ്റ്സ് വരികയും പിന്നെ അത് കൂടാതെ ഈ ബ്രെയിനെ ബാധിച്ച ക്ലോട്ടിങ്ങും ഇതെല്ലാം കൂടെ താങ്കളെ തകർത്ത് വിട്ടതിന്റെ കഥകളെല്ലാം കൂടെ കേട്ട് തന്നെ പ്രേക്ഷകർ വരുവായി കാണും. അല്ല, അവഗണ്യ അപമാനം വരണം, ഞാൻ അതാ പറയുന്നത്. തീർച്ചയായിട്ടും അപമാനം വന്നാലേ നമുക്ക് ജീവിതത്തിൽ കരുത്തോടെ ജീവിച്ചു കാണിക്കാൻ പറ്റും. ഞാൻ അതിന്നാണ് ഞാൻ മുന്നോട്ട് പോയത്. നമ്മളിനി അടുത്ത ചോദ്യത്തിലേക്ക്, 30,000 രൂപയുടെ ചോദ്യം, 30,000. ക്വസ്റ്റ്യൻ പ്ലീസ്. അപ്പൊ ഞാൻ ടീച്ചർക്ക് ഒരു വീഡിയോ കാണിച്ചു തരാം. പ്ലേ. അപ്പൊ ഇതാണ് സംഭവം. അപ്പൊ നമുക്കിനി ചോദ്യത്തിലേക്കാണ്. മലയാള നടനും സംവിധായകനുമായ ഏത് വ്യക്തിയാണ് ഈ ചിത്രത്തിൽ രതീഷിന്റെ കഥാപാത്രത്തിന് ശബ്ദം നൽകിയിരിക്കുന്നത്? ഓപ്ഷൻ എ ബാലചന്ദ്രമേനോൻ, ഓപ്ഷൻ ബി മോഹൻലാൽ, ഓപ്ഷൻ സി ലാൽ, ഓപ്ഷൻ ഡി കൊച്ചിൻ ഹനീഫ. ബാലചന്ദ്രമേനോൻ ആണോ? ബാലചന്ദ്രമേനോന്റെ ശബ്ദം തന്നെയാണ്. അദ്ദേഹത്തിന്റെ സിനിമകളൊക്കെ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ട്. ഏതൊക്കെ സിനിമ കണ്ടിട്ടുണ്ട് ബാലചന്ദ്രമേനോന്റെ? അതായത് ശാലിനി ഒരു ചെറിയ കുട്ടിയായിട്ടുള്ള ഫിലിം നെയിം ഒന്നും ഓർമ്മയില്ല എനിക്ക്. ആ പടമൊക്കെ കണ്ടിട്ടുണ്ട്. അതുപോലെ നല്ലൊരു അച്ഛന്റെ റോളിൽ കുറെ ക്യാരക്ടർ ഒക്കെ കണ്ടിട്ടുണ്ട്. ഇപ്പോഴത്തെ സിനിമകൾ അധികം കാണാറില്ല. ഓക്കെ, ഓപ്ഷൻ എ ബാലചന്ദ്രമേനോൻ. പൂട്ടോട്ടെ ഞാൻ? ഓക്കെ, പൂട്ടി. നീ തുറക്കുമ്പോഴാണ് പ്രശ്നം. ഇല്ല, ഉറപ്പാണ്? ആണ്. അങ്ങ് പിന്നെ ഉറപ്പിച്ചോളൂ, ഉത്തരം ശരിയാണ്. 30,000 രൂപയുടെ ചോദ്യം. ഈ അച്ഛൻ ഈ ലൈബ്രറി പോയിട്ട് വരുമാനമൊന്നും ഇല്ലായിരുന്നു? വരുമാനം ഉണ്ടായിരുന്നു, ബട്ട് അത് അർദ്ധ സർക്കാർ സ്ഥാപനമായിരുന്നു. സോ അതിനനുസരിച്ചിട്ടുള്ള ഒരു ഇൻകമേ അവിടെ ഉള്ളൂ. നമ്മൾ സാധാരണ ഗവൺമെന്റ് ജോബിന്റെയോ അല്ലെങ്കിൽ മറ്റുള്ള ഒരു സ്ഥാപനങ്ങളുടെ അത്രയും സാലറി ഒന്നും അച്ഛനുണ്ടായിരുന്നില്ല. അച്ഛനോടൊന്ന് ചോദിക്കാം, ആ ലൈബ്രറി ഒരു അർദ്ധ സർക്കാർ സ്ഥാപനമാണല്ലേ? അതെ, സാംസ്കാരിക വകുപ്പിന്റെ ഗ്രാന്റ്. ആ ഗ്രാന്റ് വെച്ചോ എത്ര പൈസ ഗ്രാന്റ് കിട്ടും? ഗ്രാന്റ് എത്ര ഒക്കെ കിട്ടും? 30,000. പിന്നെ ലൈബ്രറി കൗൺസിൽ ഗ്രാന്റ്. ഓക്കെ. പിന്നെ ലൈബ്രറിയൻ അലവൻസ്. അങ്ങയുടെ ജീവിതകാലത്ത് PA നേരിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു? ഓ, കണ്ടിട്ടുണ്ട്. ബന്ധം അടുപ്പുണ്ടായിരുന്നു? എന്നെ പഠിപ്പിച്ചിട്ടുണ്ടല്ലേ? ഓ, അത് ശരി. അപ്പൊ അടുപ്പ് നിങ്ങൾ നല്ല അടുപ്പുണ്ടായിരുന്നു? ഓ, ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ മരണാനന്തരം എത്ര കാലം കഴിഞ്ഞ ലൈബ്രറി ഉണ്ടായത്? 81-ലാണ് ലൈബ്രറി തുറന്നത്. വൈലോപ്പള്ളി. ഓ, വൈലോപ്പള്ളി ശ്രീധരനാണ് ഗ്രന്ഥാലയ ഉദ്ഘാടനം. അന്ന് തൊട്ട് ഞാനുണ്ട്. 41 വർഷം. ശമ്പളം എത്രയായിരുന്നു? അങ്ങനെ 150 രൂപ. പിന്നെ റിട്ടയർ ആയപ്പോ 4,000 ആയിരുന്നു. അപ്പോൾ വളരെ വരുമാനം കുറവായിരുന്നു. അപ്പൊ ഈ ഒരു വിഷയം നമുക്ക് ഈ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അസുഖം വരുന്നുണ്ട്, നമുക്കതൊരു കോംപ്ലക്സ് ആയിട്ട് മാറിയിട്ടുണ്ടോ പഠിക്കുമ്പോഴൊക്കെ? പഠിക്കുമ്പോൾ എനിക്ക് കോംപ്ലക്സ് തോന്നിയിട്ടുണ്ട്. കാരണം മറ്റുള്ളവരുടെ മുന്നിൽ നമ്മൾ ഒരു കോമാളി കഥാപാത്രമായി മാറുന്നു, ഒരു രോഗം എന്നുള്ളതിൽ തോന്നിയിരുന്നു. ഈ കുട്ടികളും അതുപോലെ തന്നെ കൂട്ടുകാരികളും ഒക്കെ തന്നെ ഇതൊരു അസുഖമാണ് എന്ന് മനസ്സിലാക്കിയിട്ടില്ല. നമ്മൾ അഭിനയിക്കുകയാണെന്നാണ് അവർ മനസ്സിലാക്കി. അണ്ടർസ്റ്റാൻഡ് ചെയ്യാനുള്ള ഒരു കഴിവില്ല എനിക്ക് പറയുകയാണെങ്കിൽ. അതായത് ഒരു രോഗമാണ്, അല്ലെങ്കിൽ അന്നത്തെ കാലത്തെ കുട്ടികളെക്കാൾ ഇന്നത്തെ കുട്ടികൾ കുറച്ചുകൂടെ ഇതാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ഇന്നിപ്പോ ഒരു കുട്ടി എന്തെങ്കിലും രോഗാവസ്ഥ വന്ന് വീണാൽ മറ്റുള്ള കുട്ടികൾ വേഗം അതിനെ ക്യാച്ചപ്പ് ചെയ്യും. അന്ന് അത് ഒരു പിൻവാങ്ങൽ പോലെയാണ്. അവർക്കത് എന്താണെന്ന് അറിയുന്നില്ല. പിന്നെ ഈ പറയുന്ന പോലെ പകരുവോ, പലരും വീട്ടിൽ നിന്ന് പറഞ്ഞു കൊടുക്കുന്ന പല സംഭവങ്ങളായിരിക്കാം അന്നത്തെ. അപ്പൊ അതിന്റെ ഒരു വ്യത്യാസം എനിക്ക് നല്ലപോലെ തോന്നി. റിസൾട്ട് ഒക്കെ എങ്ങനെയായിരുന്നു? പഠിക്കാൻ പറ്റുമായിരുന്നു? പഠിക്കാൻ പറഞ്ഞ ഈ പറഞ്ഞ പോലെ റിക്കവർ ആകുമ്പോ വീണ്ടും പഠിക്കും. അങ്ങനെ പഠിച്ച കാര്യങ്ങളൊക്കെ മറന്നു പോകും. പഠിച്ച കാര്യം ഇത് വന്നാൽ മറന്നു പോകും.
പക്ഷെ എനിക്ക് അതിലെ എനിക്ക് എന്താ പറയാ, ഏറ്റവും അതിലൊരു ഇത് പറയാനുള്ള എന്റെ അച്ഛന്റെ റോളാണ്. കാരണം ഒരു രോഗം വരുമ്പോ നമ്മൾക്ക് ദേഷ്യമാണ് കൂടുതൽ വരിക. ഞാൻ അമ്മയോടാണ് എപ്പോഴും ദേഷ്യപ്പെടല് ഒക്കെ കാണിച്ചിരുന്നത്. പക്ഷെ ആ സമയത്തൊക്കെ എനിക്ക് ഒരു മൈൻഡിന് മാറ്റം കൊണ്ടുവന്നത് വായനയാണ്. അത് ഞാൻ തുറന്നു പറയാം. കാരണം അച്ഛൻ ആ ലൈബ്രറിയിലായതുകൊണ്ട് നിറയെ ബുക്സുകൾ ഇഷ്ടം പോലെ കൊണ്ടുവരും. ഞാൻ ചെറുപ്പം തൊട്ടേ ബുക്കുകള് ബാലസാഹിത്യങ്ങളൊക്കെ കൊണ്ടുവരും. അതുപോലെ വായിക്കുന്ന ഈ നോവലുകളാണോ കഥകളാണോ കവിതയാണോ? അല്ല, ഓരോ ഏജിനനുസരിച്ചിട്ട് അച്ഛൻ ഓരോന്ന് കൊണ്ടു തന്നിട്ട് ഞാനത് വായിച്ചിട്ടുണ്ട് ഓരോ ഇതും. പിന്നെ നമ്മളുടെ ചോയ്സിന് നമ്മൾ പോയിട്ട് മീൻസ് മെച്ചുവേർഡ് ആയപ്പോൾ അതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ നമുക്ക് വന്നു. അതുവരെ അച്ഛൻ തന്നെ സെലക്ട്. എന്റെ ഒരു ഇത് പോട്ടെ, എന്താ പറയാ, പുറമേ വരുന്ന മെമ്പേഴ്സ് അടക്കം അത്രയും എഡ്യൂക്കേറ്റഡ് ആയാലും പോലും അച്ഛനോടാണ് ബുക്സ് സേതുവേട്ടൻ എടുത്തു തന്നാൽ മതി എന്ന് പറയും. അങ്ങനെയായിരുന്നു അല്ലേ? ഓക്കെ. അപ്പൊ താങ്കൾ എനിക്കൊന്ന് ഈ +2 പഠിക്കുമ്പോഴൊക്കെ എനിക്കൊന്ന് 2 വിഷയത്തിൽ തോറ്റു അല്ലേ? അതും ഈ പ്രശ്നം, ഈ അസുഖം കാരണമാണോ തോൽക്കേണ്ടി വന്നത്? അപ്പോഴും കളിയാക്കലിന് വിധേയമായി. അപ്പൊ ആ കാലത്താണോ നമുക്ക് ഭയങ്കര മാനസിക പ്രശ്നമായിട്ട് ഇനിയിപ്പോ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല, മരിച്ചു കളയാം എന്നുവരെയൊക്കെ സൂയിസൈഡിനെ കുറിച്ചൊക്കെ ആലോചിച്ചു തുടങ്ങി? പഠന സമയങ്ങളിൽ ഒരുപാട് ഈ ഹൈസ്കൂൾ കാലഘട്ടങ്ങളിലും തോന്നിയിട്ടുണ്ട്. പല സമയങ്ങളിലും ഈ പറഞ്ഞ പഠനം എനിക്ക് ആ ഒരു ടീച്ചർ പ്രൊഫഷനിൽ എത്തി എന്റേതായ ഒരു മൈൻഡ് ആറ്റിറ്റ്യൂഡ് എടുക്കുന്നവരെയും പലപ്പോഴും തോന്നിയിട്ടുണ്ട് പല സന്ദർഭങ്ങളിൽ. അമ്മയോടെ ഒക്കെ പറഞ്ഞിട്ടുണ്ടോ? ഞാൻ എത്രയോ പ്രാവശ്യം പറയും. അപ്പോഴൊക്കെ അമ്മ എന്ത് പറയും? അമ്മ എന്തായിരുന്നു പറഞ്ഞത്? മകള് വന്നിട്ട് ഇങ്ങനെ മരിച്ചാലും വേണ്ടില്ല, സൂയിസൈഡ് ചെയ്യണം എന്നൊക്കെ ഇങ്ങനെ പറയും. അമ്മ എന്ത് പറയും? നിനക്ക് ചെറിയ ഒരു രോഗമല്ലേ ഉള്ളൂ, ഇതിലേറെ വലിയ രോഗമുള്ളവരൊക്കെ ഇല്ലേ, മരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ രോഗത്തിന് സമാധാനം കിട്ടുവോ? മരണം ഒന്നിനും ശാശ്വതമല്ല, നീ പൊരുതി ജീവിക്കാൻ നോക്ക്. അപ്പൊ ഈ മകളെ ഇങ്ങനെയൊക്കെ ആൾക്കാർ കളിയാക്കിയും പരിഹസിക്കുകയും ചെയ്യുന്ന പറയുമ്പോൾ അമ്മയുടെ ഒരു ധൈര്യം ചോർന്നു പോകുന്നുണ്ടായിരുന്നു. ഞാൻ അപ്പോഴും പോസിറ്റീവായിട്ടേ പറഞ്ഞു കൊടുക്കുള്ളൂ. ആരോ കളിയാക്കിക്കോട്ടെ, നീ നന്നായി പഠിക്കേ. ഓക്കെ. അപ്പൊ അമ്മയുടെ ഒരു കരുത്ത് മകൾക്ക് കിട്ടി അല്ലേ? ഈ എനിക്ക് തോന്നുന്നു എപ്പോഴും നമുക്ക് ഈ ഫിറ്റ്സ് വന്ന് നമ്മൾ വീഴാം, നമുക്ക് ബോധം അറിയാം, കോമയിലാകാം, ഇങ്ങനെയൊക്കെ ഉള്ള ഒരു അവസ്ഥ നിൽക്കുന്നുണ്ട് ഈ രാത്രി, പ്രത്യേകിച്ച് ഉറക്കത്തിൽ ഇത് വരുമെന്ന് താങ്കൾ പറഞ്ഞല്ലോ. അപ്പൊ ഈ ടീച്ചർ ഈ ഉറങ്ങാനൊക്കെ പോകുമ്പോൾ അമ്മയ്ക്കൊക്കെ പേടിയാണോ? ഒറ്റയ്ക്കൊക്കെ ഉറങ്ങാൻ സമ്മതിക്കുവോ? ഡോക്ടേഴ്സ് ഒരു ഇൻഫോം ഇപ്പൊ തന്നിരിക്കുന്നത്, ഞാൻ തനിയെ യാത്ര അടക്കം എന്നെ അമ്മ ചെയ്യിപ്പിച്ചിട്ടുണ്ട്. അതായത് തനിയെ, അതായത് അമ്മയുടെ നാട് ഈ തിരുവേഗപ്പുറ, അമ്മയുടെ മുത്തശ്ശന്റെ തറവാട് കാടാമ്പുഴയാണ്. അപ്പൊ ഞങ്ങളുടെ കൊല്ലംകോടുന്ന് 5:15 ഒരു മയിൽ വാഹനം എന്ന് പറഞ്ഞൊരു ബസ് ഉണ്ട്. അത് നേരെ 5:15 ഇവിടുന്ന് കയറി കഴിഞ്ഞാൽ എത്തുന്നത് 9 മണിക്ക് കാടാമ്പുഴ. അതിന്റെ ഇടയിൽ 8:30 സംതിങ് എന്തോ ഒരു ടൈമിംഗ് ആണ് തിരുവേഗപ്പുറം. ആ ഒരു യാത്രയൊക്കെ അമ്മ എന്നെ തനിയാണ് ചെയ്യിപ്പിച്ചിരിക്കുന്നത്. പക്ഷെ എന്തോ എവിടെയോ ഒരു ഈശ്വരന്റെ ഇതെന്ന് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത്. ഈശ്വരൻ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഞാൻ ഈ ചെയ്യുന്ന ആ കുട്ടികൾക്ക് എന്നോടൊന്നും പറയാൻ പറ്റില്ലെങ്കിൽ ഞാൻ പറയുന്നത് അവരുടെ ഒരു സന്തോഷം, ആ ഒരു ഹാപ്പിനെസ്സോ എന്നെ ഇവിടെ പിടിച്ചു നിർത്തുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഈ ടീച്ചർ ഈ കുട്ടികളെയൊക്കെ കണ്ടെത്തുന്ന കല്യാണത്തിന് ശേഷമല്ലേ? അല്ല, കല്യാണത്തിന് മുന്നേ കണ്ടെത്തി അല്ലേ? എന്തിനാണ് ഇങ്ങനെയുള്ള ഭിന്നശേഷിക്കാരും ഓട്ടിസം ബാധിച്ചവരായ കുട്ടികളെ സംരക്ഷിക്കണമെന്നോ? കാര്യം താങ്കൾക്ക് തന്നെ അടക്കാൻ വയ്യ. അത് എന്റെ അമ്മ അനുഭവിക്കുന്ന വിഷമം ഞാൻ അറിയുന്നുണ്ട്. ഇപ്പൊ കൂടെ ഞാൻ അത് അനുഭവിക്കുന്ന ഒരു വ്യക്തിയാണ്. കഴിഞ്ഞ മാസം 14-ാം തീയതി എനിക്ക് ഈ പറഞ്ഞ പോലെ നൈറ്റ് ഈ ഫിക്സ് ഹൈ ആയിട്ട് വന്നു. ഒന്നും അറിയുന്നില്ല, ഉറക്കത്തിൽ വന്നു. ഇത് എത്ര മണിക്കൂർ ബോധമില്ല കിടന്ന് കാണും? അമ്മയെ കാണാൻ പിന്നെ പറഞ്ഞു ഒരു 6 മണിക്കൂർ ഉണ്ടാവുന്നതാണ് എന്റെ ഊഹം. പിന്നെ ഈ സമയത്ത് ഡോക്ടേഴ്സിന്റെ സഹായം ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം ഡോക്ടർമാർ അത് അങ്ങനെ പൊക്കോട്ടെ ഇപ്പൊ തൽക്കാലം. കാരണം തനിച്ചു വരും, പക്ഷെ ഓക്കെ ആവില്ല. ഒരു 2-3 ദിവസം കഴിയണം നോർമൽ ആവാൻ. അതുവരെ ഈ 3 ദിവസവും എന്റെ കാര്യങ്ങൾ എന്റെ അമ്മ എന്നെ ചെയ്തു തരണം. അപ്പൊ എങ്ങനെയാണ് ഈ തിരുവനന്തപുരത്തേക്കൊക്കെ ഒറ്റയ്ക്ക് യാത്ര ചെയ്തിരുന്നു? അമ്മ അതേപോലെ എന്തോ ഒരു ധൈര്യത്തിൽ എന്നെ ഒറ്റയ്ക്ക് വിട്ടിരുന്നു. അമ്മയുടെ ഭയങ്കര ധൈര്യമാണല്ലോ അമ്മ. കാര്യം ഈ 5-6 മണിക്കൂർ ബോധം പോകാൻ സാധ്യതയുള്ള ഒരാളിനെ ഒറ്റയ്ക്ക് വണ്ടി കയറി എങ്ങനെ? ട്രെയിനിലാണോ അതോ ബസ്സിലാണോ പോകുന്നത്? അന്ന് തിരുവനന്തപുരം ഇപ്പൊ ഡോക്ടറുടെ മരുന്നുകൊണ്ട് അവൾക്ക് വലിയ കുഴപ്പം കണ്ടിരുന്നില്ല. അപ്പൊ അവൾക്ക് അങ്ങനെ വീഴ്ചയും അത്രയൊന്നും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ല. അപ്പോഴാണ് ഈ സ്കൂളിലും കോളേജിലും ഒക്കെ വിട്ടിട്ട് പഠിപ്പിക്കാനും ഒക്കെ തുടങ്ങിയത്. അപ്പൊ ആ സമയത്താണ് കാണാമ്പുഴയ്ക്കൊക്കെ വിട്ടായിരുന്നത്. ഈയിടെ ആയിട്ട് ഇപ്പൊ കുറച്ച് കൂടുതൽ കണ്ടപ്പോ ഇപ്പൊ എവിടെയും തനിയെ വിടില്ല. ഈ കോളേജിലേക്ക് കയറിയപ്പോ എനിക്ക് ഒരു മാറ്റം ഉണ്ടായിരുന്നു തോന്നുന്നല്ലേ? കളിയാക്കലുകളെ കുറഞ്ഞു. ഡിഗ്രിക്ക് പഠിക്കുമ്പോ ഇങ്ങനെ വന്നാലും കുട്ടികൾ അണ്ടർസ്റ്റാൻഡ് ചെയ്തിരുന്നു. അധ്യാപകരോട് പറഞ്ഞിട്ട് നമ്മൾ വീട്ടിലെത്തിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നു. സോ അവിടെ ഒരു ഫ്രണ്ട്ലി ഇത് വന്നു. ആ ഒരു ഏത് കോളേജിലായിരുന്നു? ഞാൻ നെന്മാറ NSS കോളേജിൽ എനിക്ക് മെറിറ്റിൽ കിട്ടി. പക്ഷെ അവിടെ ഞങ്ങൾ ഒരു 5-6 കുട്ടികള് എനിക്ക് ക്ലാസ്സുകൾ വലിയ ഇതില്ലാന്ന് കണ്ടപ്പോ ഞങ്ങള് വേറെ അടുത്ത് തന്നെ പ്രൈവറ്റ് ഒരു കോളേജ് ഉണ്ട്. അവിടെ ഒരു സാറ് നന്നായി ക്ലാസ് എടുക്കും. അപ്പൊ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ആണ് ഞങ്ങൾ എല്ലാവരും എടുത്ത സബ്ജക്ട്. അപ്പൊ ഞങ്ങൾക്ക് ക്ലാസ് വേണം. ഇത് സമരം ബ്രദർ എന്ന് പറയുമ്പോൾ അത് വേണ്ട എന്നുള്ളൊരു ഓപ്ഷനിൽ ഞങ്ങൾ കുറച്ചുപേര് നിന്നിട്ട്
ഞങ്ങൾ ഈ പ്രൈവറ്റിൽ പോയി ഡിഗ്രി ലിറ്ററേച്ചർ പഠിച്ചു. ഡിഗ്രി ലിറ്ററേച്ചർ ചെയ്തു. ആ ലിറ്ററേച്ചർ കഴിഞ്ഞിട്ടാണോ പിന്നെ ഈ ട്യൂഷൻ ടീച്ചറായിട്ടൊക്കെ മാറിയത്? അതായത് ഹിന്ദിയുടെ, അതായത് ഈ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ഈ 2 വർഷം കഴിഞ്ഞ് 3-ാം വർഷം ഇതേപോലെ എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടി. അതിന്റെ ഇടയിൽ ഈ പറഞ്ഞ പോലെ മദ്രാസ് യൂണിവേഴ്സിറ്റിയുടെ നമ്മൾ ഇപ്പൊ TTCയുടെ ഈക്വൽ ആണ് വിശാരദ് പൂർവാർദ്ധ ഉത്തരാർദ്ധം എന്ന് പറഞ്ഞിട്ട് ഹിന്ദി മദ്രാസ് യൂണിവേഴ്സിറ്റിയുടെ ഒരു സർട്ടിഫിക്കറ്റ് നമുക്ക് ഗവൺമെന്റ് PSCക്കും ഒക്കെ അപ്ലൈ ചെയ്യാം. ഞാൻ ആ TTC ചെയ്തു ഇതിനിടയിൽ. അപ്പൊ എനിക്ക് ഡിഗ്രിയുടെയും വന്നു, ഈ TTC കയ്യിൽ വന്നു. പിന്നെ ഈ ടീച്ചറായി വർക്ക് ചെയ്യുന്നതിന്റെ ഇടയിൽ BA ഹിന്ദി കംപ്ലീറ്റ് ആകും. അനിയത്തിക്ക് ഇങ്ങനെയുള്ള അസുഖങ്ങളൊന്നും ഒരു പ്രശ്നമില്ലല്ലോ. അപ്പൊ നമ്മൾ ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോവാണ്. 40,000 രൂപയുടെ ചോദ്യം. 40,000 ക്വസ്റ്റ്യൻ പ്ലീസ്. ചോദ്യം ഇതാണ്: വിലക്കപ്പെട്ട കനി, നല്ല ശമരിയക്കാരൻ എന്നീ പ്രയോഗങ്ങളുടെ ഉത്ഭവം ഇനി പറയുന്നവയിൽ ഇവിടെ നിന്നാണ്? ഓപ്ഷൻ എ ഈസോപ്പ് കഥകൾ, ഓപ്ഷൻ ബി ബൈബിൾ, ഓപ്ഷൻ സി പഞ്ചതന്ത്രം, ഓപ്ഷൻ ഡി രാമായണം. ബൈബിൾ ആവാനാണ് സാധ്യത, കാരണം അതൊരു ക്രിസ്ത്യൻ വേർഡ്സുകൾ പോലെയാണ് എനിക്ക് ഫീലിംഗ് ചെയ്യുന്നത്. ഓപ്ഷൻ ബി പൂട്ടി. 40,000 രൂപയുടെ ചോദ്യമാണ്. വിജയിച്ചാൽ 40,000, തെറ്റിയാൽ 3,000 രൂപ. പിൻവാങ്ങാനുള്ള സാധ്യതയില്ല, കാര്യം ഉത്തരം പറഞ്ഞു പോയി. പിന്മാറിയിരുന്നെങ്കിൽ 15,000 രൂപയായിരുന്നു. ഓപ്ഷൻ ബി ബൈബിൾ. ടീച്ചർ പറഞ്ഞ ഉത്തരം തെറ്റാണ് എന്ന് പറയുന്നില്ല അമ്മേ. ഉത്തരം ശരിയാണ്. 40,000 രൂപയുടെ വിജയം. 40,000. ഒരു കാര്യം ചെയ്യാം, 40,000 രൂപയുടെ ക്യാഷ് തന്നു കഴിഞ്ഞാലേ എനിക്കൊരു സമാധാനമാണ്. ഓക്കെ, ടീച്ചർ വരൂ. ഓക്കെ, മനസ്സിലിപ്പോ പി കുഞ്ഞിരാമനായരാണോ? മനസ്സില് അച്ഛൻ വേണം. ഓക്കെ ഓക്കെ ഓക്കെ, താങ്ക് യു. അപ്പൊ നമുക്കിനി അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്ന മുമ്പ് ഒരു കാര്യം കൂടി. അതായത് ഈ കുട്ടികളുമായിട്ട് സംസാരിച്ചു തുടങ്ങിയതിന് ശേഷം ടീച്ചറിന്റെ ലൈഫിൽ എന്താ സംഭവിക്കുന്നത്? സന്തോഷം കൂടി. അതായത് ഭക്ഷണം പോലും ഇല്ലാത്തൊരവസ്ഥയിൽ നിന്ന് അവരെ ഇത്ര ഇടം വരെ എനിക്ക് കൊണ്ടുവരാൻ സാധിച്ചു, ഒരാളിൽ സഹായം ഇല്ലാതെ എന്നുള്ള സന്തോഷം എനിക്ക് നല്ല. എന്തൊക്കെയാ കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കും, അല്ലെങ്കിൽ ഈ കുട്ടികളെ എല്ലാം കൂടെ ഒന്നിച്ച് ഒരിടത്ത് വിളിക്കും? ഇത് ഇപ്പൊ ഈ പറഞ്ഞ ന്യൂസ് റിപ്പോർട്ടൊക്കെ വന്നിട്ട് ഇപ്പൊ 1 വർഷം ആയിട്ടുള്ളൂ. ഈ 1 വർഷമായിട്ടാണ് ഞാൻ ഇയ്യങ്കോട് മാഷോട് പെർമിഷൻ പറഞ്ഞ ലൈബ്രറി ഹാൾ തൽക്കാലം എടുത്തിരിക്കുകയാണ്. അവിടെ വെച്ചിട്ട് കുട്ടികൾക്ക്, അതായത് ഇത് കണ്ടിട്ട് പലരും കുട്ടികളെ മീറ്റ് ചെയ്യാൻ വരണം എന്ന് പറഞ്ഞ് എന്നോട് പറയും. അപ്പം ഞാൻ പറയും, നിങ്ങൾ വരുന്നതിന് 2 ദിവസം മുന്നേ എന്നോടൊന്നും പറയണം, കാരണം ഇതിൽ എടുത്തു കൊണ്ടുവരുന്ന കുട്ടികളടക്കമുണ്ട്. പക്ഷെ അവർക്ക് അവിടെ വരുമ്പോൾ ഒരു ഹാപ്പിനെസ് ആണ് എല്ലാവർക്കും കൂടെ. അപ്പം ഈ 1 വർഷമായിട്ട് ആ ലൈബ്രറി ഹാളിൽ വെച്ചിട്ട് കൊടുക്കാൻ തുടങ്ങിയിട്ടുള്ളൂ. അതുവരെ ഞാൻ എന്താ ചെയ്യുക വെച്ചാൽ അരി സാധനങ്ങളൊക്കെ അച്ഛൻ്റെ അടുത്ത് ഒരു 3 പേർക്കുള്ള ലൈബ്രറിയുടെ അവിടെ വാങ്ങി വയ്ക്കും. ഇന്നൊരു 3 അമ്മമാർ വന്ന് ഇന്ന് ഇത് എടുത്തിട്ട് പോയാൽ നെക്സ്റ്റ് ഡേ അടുത്ത ആൾ വന്നു പോകും. അതുകൊണ്ട് ഇത് ആരുടെയും ശ്രദ്ധയിൽ പെട്ടില്ല. ഇനിയിപ്പോൾ ഒരു ലൈബ്രറിയിൽ കൊണ്ടുവയ്ക്കാൻ എനിക്ക് പറ്റിയില്ലെങ്കിലും ഞാൻ അമ്മമാരോട് പറയും, ആ ഷോപ്പിൽ പോയിട്ട് വാങ്ങിക്കോളൂ, ക്യാഷ് ഞാൻ അവിടെ കൊടുത്തോളാം എന്ന് പറയും. അതുകൊണ്ട് കൊല്ലങ്കോടുകാർ ആരും തന്നെ അറിഞ്ഞില്ല ഇങ്ങനെ ഒരു സംഭവം. ഇപ്പൊ നമുക്ക് വേണമെങ്കിൽ മറ്റേ നമ്മുടെ സീക്രട്ട് വിളിക്കാം. അപ്പൊ എങ്ങനെയാണ് ഈ വാർത്ത പുറത്തേക്ക് പോയത്? അതായത് ഈ വാർത്ത പുറത്തു പോകുന്നത് പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ എനിക്ക് ഫിക്സിന്റെ കുറച്ച് വല്ലാതെ പ്രശ്നങ്ങൾ വന്നു. അപ്പൊ ഡോക്ടറെ പോയി പാലക്കാട് തന്നെയാണ്. അതായത് ഇവിടെ അമൃതയിൽ ഡോക്ടർ പറഞ്ഞു, അർജന്റ്ലി കേസ് എന്തെങ്കിലും പ്രശ്നങ്ങളാണെങ്കിൽ പാലക്കാട് തന്നെ നോക്കിയാൽ മതി, ഇത്രയും ലോങ് വരേണ്ട കാര്യമില്ല, കാരണം മെഡിസിൻ മാറ്റരുത് എന്ന് പറഞ്ഞു, ഇവരുടെ പെർമിഷൻ ഇല്ലാതെ. അപ്പൊ അങ്ങനെ പാലക്കാട് കൊണ്ടുപോയപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഒരു 1 വീക്ക് കുറച്ച് മെഡിസിൻസ് സ്ട്രിപ്പൊക്കെ ഇടണം, ആള് ഭയങ്കര വീക്കാണ് പറഞ്ഞു. അപ്പൊ ഞാനാണെങ്കിൽ ഒരു ദിവസം കഴിഞ്ഞപ്പോഴേക്കും ഞാൻ പറഞ്ഞു, എനിക്കിത് അയക്കണം, എനിക്ക് ഇവിടെ കിടക്കാൻ പറ്റില്ല, എനിക്ക് പോകണം പറഞ്ഞു. ഞാൻ ഈ ഒരു വാശിയിൽ നിൽക്കുകയാണ്. അപ്പൊ എന്തിനാണ് ഞാൻ ഈ വാശി പിടിക്കുന്നത് എന്നുള്ളത് അച്ഛനും അമ്മയ്ക്കും അവിടെ വന്ന് നിൽക്കാൻ പറ്റുന്ന ഒരു കണ്ടീഷനും അല്ല. അപ്പൊ ഫ്രണ്ട്സ്, ഹസ്ബൻഡ് ഇവിടെ ഉണ്ടായിരുന്നില്ല ആ സമയത്ത്. അപ്പോൾ ഈ ഫ്രണ്ട്സാണ് വരിക പോവുക ഒക്കെ ചെയ്തിരുന്നത്. അപ്പൊ ഞാൻ എന്തിന് ഇത്രയും വാശി പിടിക്കണം, ഇവിടെ കിടക്കുന്നതിന് എല്ലാ കാര്യങ്ങളും ഇവർ ചെയ്യുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് അവരും ഞാനും കൂടെ വഴക്കായി. അപ്പോഴാണ് ഞാൻ ഈ സംഭവം പുറത്ത് പറഞ്ഞ് അവർ ഈ കാര്യങ്ങളൊക്കെ അറിയുന്നത്. ഞാൻ പറഞ്ഞു, ഞാൻ ഇവിടെ കിടന്ന വേറെ കുറച്ച് പേര് പട്ടിണി കിടക്കും, എനിക്ക് പറ്റില്ല പറഞ്ഞു ഞാൻ. അപ്പൊ ഈ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന പൈസ ഈ കുട്ടികൾ കൊടുക്കണം, അതാണ് ടീച്ചറിന്റെ മനസ്സിലല്ലേ? അപ്പൊ അതായിരുന്നു ടീച്ചറിന്റെ ആദ്യം. അത് നമ്മളിവിടെ കിടന്നു കഴിഞ്ഞാല് ഞാൻ ആ മാസം അവിടെ കിടന്ന ആ മാസത്തെ അവർക്ക് അവിടെയുള്ള പട്ടിണിയാവും. അപ്പൊ ഞാൻ അത് കിടന്നാൽ ശരിയാവില്ല, ഇവരോടത് പറയാനും. അപ്പൊ ടീച്ചർ ചിലപ്പോ അപകടമല്ലേ, ടീച്ചറിന്റെ ജീവൻ ആയിരിക്കാം. പക്ഷെ ഞാൻ അത് പ്രശ്നമല്ല, കാരണം എത്രയോ പ്രാവശ്യം നമ്മൾ മരിക്കുന്ന മരിച്ചോട്ടെന്നുള്ളതാ. എനിക്കിപ്പോ അങ്ങനെ ഒരു മരണം എന്നുള്ള ഒരു പേടി പോയി. കാരണം പിന്നെ ഈ കേൾക്കുന്ന ഈ ഒരു മകനുണ്ടല്ലോ, അവനെ വളർത്തേണ്ട ജോലിയില്ലേ, ഞാൻ അവനോട് പറഞ്ഞിട്ടുണ്ട്. അതായത് ഏതൊരു വ്യക്തിയും ചിലപ്പോ നമുക്ക് ഒരു രോഗവും ഇല്ലാത്തവരും മരിച്ചു പോകും, പക്ഷെ നമ്മൾ ജീവിക്കണം. അത് നമ്മൾ നമ്മുടേതായ ഒരു നല്ല, വളരെ ചെറിയ, അവനെ പറഞ്ഞു കൊടുക്കാൻ പറ്റിയ പ്രായമായിട്ടില്ലല്ലോ.
പക്ഷേ പറഞ്ഞു പഠിപ്പിച്ചോ അവനെ? അല്ല, ഞാൻ കോവിഡ് സമയത്ത് ഈ പറഞ്ഞ മെഡിസിൻ കിട്ടാതെ കിടന്ന ആ ഒരു സമയത്ത് പോലീസിന്റെ കൂടെ എൻ്റെ മോനാണ്, അന്ന് 3ാം ക്ലാസ്സുകാരനായിട്ടുള്ള ഇവനാണ് ഈ വീടുകളിലൊക്കെ കൊണ്ടുപോയി കൊടുത്തിരിക്കുന്നത് മെഡിസിനോ, കുട്ടികൾക്കുള്ള സാധനങ്ങൾ. പോലീസ് എന്നോട് പറഞ്ഞു ഇത് ചെയ്യരുത് ലേക്കാ, ഞങ്ങൾ ഇത് എന്തെങ്കിലും. ഞാൻ പറഞ്ഞു എൻ്റെ മോന്റെ അതേ പ്രായത്തിലുള്ള കുട്ടികൾ അവിടെ ഉണ്ട്, ഞാൻ തീരുമാനിച്ചു. അതുകൊണ്ട് അവർക്ക് എന്തെങ്കിലും സംഭവിച്ചു എന്ത് ചെയ്യും? പേടിയുണ്ടായിരുന്നോ? പേടിയൊന്നും ഉണ്ടായിരുന്നില്ല, ഭയങ്കര സന്തോഷമായിരുന്നു. അങ്ങനെ ഒരുപാട് വീടുകളിൽ പോയോ? അമ്മ ചെയ്യണ കുട്ടികളുടെ കുടുംബത്തിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ അവിടെ വെച്ച് കുറെ ഫ്രണ്ട്സിനൊക്കെ എനിക്ക് കിട്ടി, അവരുടെ ബ്രദേഴ്സിനൊക്കെ എനിക്ക് കിട്ടി. ആണോ? ഒരു വട്ടൊക്കെ പിന്നീട് ചങ്ങാത്തമായോ? പിന്നെ അപ്പൊ മോന് പേടിയേ ആയില്ല? ഇല്ല ഇല്ല, അമ്മയുടെ മോൻ തന്നെ. അപ്പൊ നമ്മള് മറ്റേ കഥയിലേക്ക് വന്നാലും ആശുപത്രിയിൽ നിന്ന് അപ്പം ഡിസ്ചാർജ് വാങ്ങിച്ചു പോകാൻ കോമയിലായോ? കോമയിലല്ല, ഈ മെഡിസിൻസ് കയറണം. അതായത് ഞാൻ ടോട്ടലി ബോഡി ഡൗൺ ആവുകയാണ്, അതായത് എനിക്ക് വീക്ക് ആകുക. അപ്പോൾ സ്ട്രിപ്പ് കയറ്റുക, കുറച്ച് 2-3 ദിവസം ഇവിടെ വേണം എന്നുള്ള ഡോക്ടർമാർ പറഞ്ഞു. അപ്പൊ 2 ദിവസം കിടന്നപ്പോഴേക്കും തന്നെ എനിക്ക് ശരിയാണ്, ഞാൻ പറഞ്ഞു പൂവേ പൈസ പോയിക്കൊണ്ടിരിക്കുകയല്ലേ. മൈൻഡ് ഇതാണ്. പക്ഷെ ഇവരെ എന്താ ചിന്തിക്കുന്നത്, ഇതിവന്റെ ഇവള് ഇത്ര വാശി പിടിക്കുന്നത്? അത് ചിന്തിച്ചത് മറ്റാരുമല്ല, എന്റെ 2 പോലീസ് സുഹൃത്തുക്കളാണ്. അവരുടെ കാര്യവും ഞാൻ ഇവിടെ എടുത്ത് പറയാൻ ആഗ്രഹിക്കുകയാണ്. കാരണം ഞാൻ അന്ന് ആ വാശി പിടിച്ച് നിന്നപ്പോ ആ കുട്ടികളുടെ കാര്യം ആ മാസം അവരാണ് ചെയ്തത്. ഈ കൂട്ടുകാരിൽ എവിടെ നിന്നുള്ളവരാ? കൂട്ടുകാര് ഒരാള് ആലത്തൂരാണ്, ഭവിഷ് ഗോപാൽ കവത്ത് എന്ന് പറഞ്ഞിട്ട്, ഭവിയേട്ടൻ എന്റെ സീനിയേഴ്സ് ആണ് അവര്. ഒരാൾ പോലീസില്, പിന്നെ അജു കൈലാസ് എന്ന് പറഞ്ഞിട്ട്, ഈ കൈലാസിനാണ് കോവിഡ് സമയത്ത് എന്റെ മെഡിസിൻസ് ഒക്കെ കൊണ്ടുവന്നിരുന്നത്. അപ്പൊ ഇവര് 2 ആളും ഈ വരാൻ പറ്റുന്നില്ല അവർക്ക് ഡ്യൂട്ടിയില്. പക്ഷെ ഹോസ്പിറ്റലിൽ എനിക്ക് അറിയുന്ന വേറെ 2 എന്റെ ഫ്രണ്ട്സും ഇരിക്കുന്നുണ്ട്. അപ്പൊ ഇവരാണ് ഫോണിൽ കൂടെ എന്നോട് വഴക്കിട്ടുകൊണ്ടിരിക്കുന്നത് ഞാൻ പോണെന്നുള്ള നിർബന്ധം പിടിക്കുമ്പോൾ. അവസാനം ഞാൻ ഇവരോട് പറഞ്ഞു എനിക്ക് പറ്റില്ല, ഞാൻ ഇത് ഇന്നതാണ് സംഭവം എന്ന് പറഞ്ഞപ്പോൾ അവസാനം എൻ്റെ വാശിക്ക് അവരും നിന്നു. എന്നെ ആ ട്രീറ്റ്മെന്റ് കഴിയണവരെ ഒരാഴ്ച അവിടെ ഇതായി. പകരം കുട്ടികൾക്കുള്ള ഭക്ഷണ സാധനങ്ങൾ ഭവേട്ടന് എത്തിച്ചു. അതുപോലെ വേറെ കുറച്ച് മെഡിക്കൽ കാര്യങ്ങൾ കൈലാസേട്ടനും എത്തിച്ചു. അങ്ങനെ ആ കുട്ടികളെ നിന്റെ ഒന്ന് പറഞ്ഞു. അവര് ദേഷ്യപ്പെടുകയാണ് ചെയ്തത്. കാരണം ഇത്രയും കാലം നീ ഇങ്ങനെ ഒരു കാര്യം ഞങ്ങൾ സുഹൃത്തുക്കളായവരോട്, ഞങ്ങളോട് പോട്ടെ, നിന്നെ അത്രയും ഫ്രണ്ട്സായ, ഞങ്ങളെക്കാൾ ഫ്രണ്ട്സ് ആയവരുണ്ട്, അവരോടെങ്കിലും ഒന്നും പറയായിരുന്നില്ലേ? പറഞ്ഞ വാചകം ഞാൻ പറഞ്ഞു എനിക്ക് ഇവിടെ കിടന്ന മെഡിസിൻ ഞാൻ ബില്ല് പേ ചെയ്യൂലേ, ഞാൻ ഇവിടെ മിണ്ടാതെ പോകും പറഞ്ഞു. അപ്പൊ അങ്ങനെ ഒരു ഹോസ്പിറ്റലിൽ പോകാൻ പറ്റില്ലല്ലോ. അപ്പൊ ഇവര് പറഞ്ഞു നിനക്കെന്താ വല്ല വട്ടായിട്ട് സംസാരിക്കണോ അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് ഇവര് ചൂടാകുന്നുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ പോയില്ലെങ്കിൽ ഇന്നതാണ് എന്ന് പറഞ്ഞു ഈ സംഭവം പറഞ്ഞ് ഞാൻ. എത്ര കുട്ടികളുണ്ട്? 21 കുട്ടികളുണ്ട്? ഇല്ല, 17-20 കുട്ടികള്. പട്ടിണിയാവും. പട്ടിണി ചോദിച്ചു അല്ലേ? അങ്ങനെയാണ് ഇവർ ഈ ഡീറ്റെയിൽസ് എത്തുന്നത്. പിന്നെ അവരറിഞ്ഞപ്പോ വേറെ എന്റെ 3-4 ഫ്രണ്ട്സ് അറിഞ്ഞു ഈ ഒരു സംഭവം ഞാൻ വന്നിട്ടുണ്ടെന്ന്. അപ്പൊ ഇവര് കാണണം കുട്ടികളെ എന്നുള്ള ഒരു ഇതില് ലൈബ്രറി ഹാളിലേക്ക് ആദ്യം ഇവരാണ് കണ്ടത്, കുട്ടികളെ വന്നിട്ട് മീറ്റ് ചെയ്തത്. ആദ്യത്തെ ഞാൻ 1 മാസത്തെ അവര് ചെയ്തു കൊടുത്തു, ഞാൻ ചെയ്യുന്ന പോലെ ചെയ്തു കൊടുത്തു. ഞാനിപ്പോ ചെയ്യുന്നത് എന്ന് പറഞ്ഞപ്പോ ഞാൻ ഒരു കുട്ടിക്ക് ഒരു 5 കിലോ അരി, പലചരക്ക് സാധനങ്ങള്, അതുപോലെ അവർക്ക് എന്നെ കൊണ്ട് പറ്റുന്ന മെഡിസിനുള്ള തുക, ഇത്രേ എനിക്ക് പറ്റുന്നുള്ളൂ. പക്ഷെ അത് ഈ 21 കുട്ടികളിലും എത്തുമ്പോൾ ഞാൻ വിചാരിക്കുന്ന ഒരു 2 ദിവസം അവരത് കഴിക്കുമ്പോഴായാലും അവർ ഹാപ്പിയാണ്. ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. പക്ഷെ അത് ഞാൻ 1 മാസം അല്ലെങ്കിൽ അത് ലൈഫ് ലോങ് നല്ല രീതിയിൽ ഇനിയും കുട്ടികൾക്ക് ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. കൊല്ലങ്കോടും എലവഞ്ചേരി പഞ്ചായത്തുകളിലെ ഇങ്ങനെ മാക്സിമം കുട്ടികൾക്ക് ചെയ്യാന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹം. ഓക്കെ, ഇനി നമ്മൾ ചോദ്യത്തിലേക്ക് വരുന്നു. ഇനി 1.5 ലക്ഷം രൂപയുടെ ചോദ്യമാണ്. അപ്പൊ നമ്മൾ ഇനി അടുത്ത ലെവലിലേക്ക് ഒന്ന് പിടിച്ചോളൂ കുട്ടേട്ടാ. ലെവൽ 2. ഓക്കെ, ക്വസ്റ്റ്യൻ. ഞാൻ ഇനി ചോദ്യത്തിലേക്ക് വരികയാണ്. 50,000 രൂപയുടെ ചോദ്യമാണ്. 1924 വൈക്കം സത്യാഗ്രഹ കാലത്ത് സമരക്കാർക്ക് പിന്തുണയുമായി എത്തിയ പഞ്ചാബിൽ നിന്നുള്ള അകാലി സംഘം ഏത് വിഭവമാണ് കേരളത്തിൽ ആദ്യമായി പരിചയപ്പെടുത്തിയത്? ഓപ്ഷൻ എ ബിരിയാണി, ഓപ്ഷൻ ബി ഉഴുന്നുവട, ഓപ്ഷൻ സി ചപ്പാത്തി, ഓപ്ഷൻ ഡി പൊങ്കൽ. പഞ്ചാബിൽ നിന്നുള്ള അകാലി സംഘം. പഞ്ചാബ് ആയതുകൊണ്ട് പഞ്ചാബുകാർ അധികം ചപ്പാത്തി ദാലാണ് അവരുടെ ഭക്ഷണം. യാത്രയൊക്കെ ചെയ്തിട്ടുണ്ടോ? കേരളത്തിന് പുറത്തേക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഞാൻ ഏതാ പൂട്ടേണ്ടത്? ചപ്പാത്തി. പൂട്ടട്ടോ? ചപ്പാത്തി നമ്മൾ ലോക്ക് ചെയ്തു. അപ്പൊ ഇനി തുറക്കണം. ചപ്പാത്തി കയറി പോകുമെന്ന് എനിക്കറിയില്ല. ഓക്കെ, ഓപ്ഷൻ സി ചപ്പാത്തി. ലേഖ ടീച്ചറെ, താങ്കൾ പറഞ്ഞ ഉത്തരം
ചപ്പാത്തി എന്ന് പറഞ്ഞ ഉത്തരം. പഞ്ചാബിലെ അകാലി സംഘം കൊണ്ടുവന്ന വിഭവം ചപ്പാത്തിയാണെന്ന് നമ്മൾ പറഞ്ഞത് ഉത്തരം ശരിയാണ്. അപ്പൊ 50,000 രൂപ കിട്ടി. ബോസ്. അപ്പൊ കുട്ടേട്ട എന്തോ പറയാൻ വന്നു? കുട്ടേട്ടാ, ലേഖ, മരുത്തൂർ ഗോപാലൻ രാമചന്ദ്രൻ എന്ന MGRുമായി താങ്കളുടെ കുടുംബത്തിന് ആർക്കോ എന്തോ ഒരു ബന്ധമുണ്ട് എന്ന് കുട്ടേട്ടൻ മനസ്സിലാക്കുന്നു. ശരിയാണോ? അതെ, ശരി. അതെന്താണ്? MG രാമചന്ദ്രനുമായിട്ട് നിങ്ങളുടെ കുടുംബത്തിന് എന്താ ബന്ധമുള്ളത്? അതായത് MGRന്റെ ബന്ധുക്കളാണോ നിങ്ങൾ? MGRന്റെ ബന്ധുക്കൾ എന്ന് പറഞ്ഞാൽ വടവന്നൂരാണ് മരുതൂർ തറവാട്. MGR ആ മരുതൂർ തറവാട് സ്പ്ലിറ്റ് ചെയ്തിട്ട് പല പേരുകളിൽ അറിയപ്പെടുന്നുണ്ട്. അതിലെ ഒരു അംഗത്തെയാണ് ഞാൻ വിവാഹം കഴിച്ചിരിക്കുന്നത്. ഓ, അത് ശരി. ഹസ്ബൻഡിന് ഒരു ആ ശൃംഖലയുമായിട്ട് ചെറിയൊരു ബന്ധമുണ്ട്. ഓക്കെ, നമ്മൾ ഇനിയിപ്പോ കല്യാണത്തിലേക്ക് പോകണം. ഏത് പ്രായത്തിലാണ് കല്യാണം നടന്നത്? 23 2011. പെണ്ണ് കാണാൻ വന്ന ആളിനോട് പറഞ്ഞോ? എല്ലാരോടും ഞാൻ വരുന്ന ടീമിനോടൊക്കെ വന്ന വഴിക്ക് തന്നെ സ്ഥലം വിട്ടോ? ചില ക്വസ്റ്റ്യൻസ് കൊണ്ട് വലിഞ്ഞു അങ്ങോട്ട് കയറി പോയിന്റ് ഇരട്ടി സ്പീഡിൽ ഇങ്ങോട്ട് ഇറങ്ങി വന്നതാണ്. അല്ല, അപ്പൊ ചില സമയത്ത് എനിക്ക് ആ മാരേജ് പെണ്ണ് കാണൽ ചടങ്ങ് കോമഡി ആയിട്ടും തോന്നിയിട്ടുണ്ട്. എന്താണ്? അതായത് വിദ്യാഭ്യാസം എന്നുള്ളത് ചിലർ ഈ പുസ്തകങ്ങളിൽ മാത്രം ഒതുങ്ങുന്നതാണോ എന്ന് ആ സമയത്ത് എനിക്ക് തോന്നിപ്പോയിട്ടുണ്ട്. അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്ന, അതായത് കുറച്ച് കാര്യങ്ങൾ അവരിൽ നിന്ന് കേട്ട സമയങ്ങളിൽ ചിലര് അവരുടെ സംശയം എന്തായിരുന്നു? അതായത് ഒരു സ്പ്രെഡ് ചെയ്യോ അല്ലെങ്കിൽ കുട്ടികൾ ഉണ്ടാവോ, അങ്ങനെ ഒരു വ്യക്തി സംസാരിക്കുമ്പോൾ ഒരു കുട്ടി ഉണ്ടാവോ ഇല്ലേ എന്നുള്ളതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അതെ, അപ്പൊ കല്യാണം കുറെ മുടങ്ങി കാണുമല്ലോ. ഒരു 4 പേര് വന്നുള്ളൂ. അവസാനം നമ്മൾ കെട്ടി കയറിയില്ല ഒരു സ്ഥലത്ത്. അദ്ദേഹത്തിനോട് ഇത് പറഞ്ഞോ? അദ്ദേഹത്തിന്റെ പേരെന്താ? ഭർത്താവിന്റെ? സുധീഷ്. അദ്ദേഹം ഇതുവരെ വല്ല സംശയം ചോദിച്ചു, ഇത് പകരുമോ, നമുക്ക് കുട്ടികളുണ്ടാവും? അതിന്റെ കാരണം ഇല്ല. കാരണം എന്നെ മാരേജ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹത്തിന്റെ അച്ഛനും അമ്മയും മരിച്ചിരുന്നു. അമ്മ ക്യാൻസർ ആയിട്ടാണ് മരിച്ചത്. അദ്ദേഹം 10ാം ക്ലാസ് പഠിക്കും. അപ്പൊ അദ്ദേഹത്തിനോട് ഞാൻ ഈ കാര്യം പറഞ്ഞപ്പോൾ എന്നോട് ഒരൊറ്റ കാര്യം ഇങ്ങോട്ട് പറഞ്ഞുള്ളൂ, വിവാഹശേഷം ഒരു രോഗം വന്നാൽ അക്സെപ്റ്റ് ചെയ്യണ്ടേ. എൻ്റെ അച്ഛൻ അമ്മ മാരേജ് ചെയ്യുമ്പോൾ ഒരു രോഗവും ഉണ്ടായിരുന്നില്ല, നല്ല സുന്ദരിയായിരുന്നു. അമ്മയെ ഭയങ്കര ഇഷ്ടമുള്ള ഒരു വ്യക്തിയാണ്. പക്ഷെ എൻ്റെ അമ്മയ്ക്ക് ക്യാൻസർ വന്നിട്ട് ഞാൻ 10ാം ക്ലാസ് പഠിക്കുമ്പോഴാണ് മരിക്കുന്നത്. എൻ്റെ അച്ഛൻ നല്ലപോലെ നോക്കിയിരുന്നു. അല്ല, അച്ഛന് ക്യാൻസർ അല്ല, പക്ഷെ അച്ഛനും അമ്മയെ നല്ലപോലെ നോക്കിയിരുന്നു. അതുകൊണ്ട് എനിക്ക് ഈ രോഗം വിഷയമല്ല എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞങ്ങളുടെ മാരേജ് നടക്കുന്നത്. അല്ല, ഈ താങ്കൾക്ക് ശരിക്കും ഈ ട്രെയിൻ പോലെയുള്ള സ്ഥലത്തൊക്കെ യാത്ര ചെയ്യുന്ന സമയത്ത് ട്രെയിനിന്റെ പുറത്തേക്ക് എടുത്ത് ചാടാനുള്ള ടെൻഡൻസി, താങ്കളും എനിക്കൊന്ന് പൂനെക്ക് എന്തോ യാത്ര ചെയ്യുമ്പോൾ അങ്ങനെ സംഭവം ഉണ്ടായല്ലോ, എന്തായിരുന്നു അത്? എടുത്ത് ചാടുകയല്ല, പൂനെക്ക് യാത്ര ചെയ്തുകൊണ്ടിരുന്ന ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കണം, ട്രെയിൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ പറഞ്ഞ പോലെ കുറെ പഞ്ചാബീസ് ഒക്കെ കയറി ഫസ്റ്റ് ഇതിൽ അവരിയ്ക്കുകയാണ്, സെക്കൻഡ് ഇതിലാണ് ഞങ്ങൾ ഇരിക്കുന്നത്. അപ്പൊ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിഞ്ഞാൽ അമ്മ കൈ കഴുകി അത് കഴിഞ്ഞ് നെക്സ്റ്റ് ഒരാൾ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അയാളുടെ കഴിഞ്ഞിട്ട് ഞാൻ കഴുകാൻ ഈ കൈ ഹാൻഡ് വാഷ് ചെയ്യുന്നതിനിടയ്ക്ക് എനിക്ക് ഇത് കയറി അതായത് ഫിക്സ് വരിക പറഞ്ഞാൽ എനിക്ക് താങ്കൾക്ക് എന്ത് തോന്നും? എന്റെ മൈൻഡിൽ എനിക്ക് പറയാൻ കിട്ടില്ല. എന്റെ മൈൻഡിൽ തോന്നും എനിക്ക് അവിടെ എത്തണം. അതായത് ഞാൻ എത്തണം എന്ന് ഉദ്ദേശിക്കുന്നത് ഞാൻ ഇരിക്കുന്ന ഭാഗത്ത് എത്തണം എന്നാണ്. ആ കിട്ടുന്ന സമയത്തിനിടയിൽ നമ്മുടെ എല്ലാ ലെവലും മാറിക്കഴിഞ്ഞിട്ടുണ്ടാവും. ഞാൻ ഇതും ചിന്തിച്ച് ഞാൻ നടക്കുന്നത് നേരെ ഈ ഡോറിന്റെ അതായത് ഒരു കാലെടുത്ത് പുറത്ത് വെച്ചിട്ട് ചെരുപ്പൊക്കെ താഴെ പോയത് ഈ ഓടുന്ന ട്രെയിനിന്റെ പുറത്താണ്. അപ്പോഴേക്കും ഞാൻ പകുതി ഇങ്ങനെ വീഴുന്ന പോലെ. അപ്പൊ ഈ പറഞ്ഞ ഞാൻ ഈ കഴുത്തിലുള്ള ഷോള് ഇങ്ങനെ ഇട്ടിട്ട് ബാക്കിൽ കെട്ടിയിട്ടുണ്ടായിരുന്നു കൈ കഴുകാൻ പോകുന്ന സമയത്ത്. അപ്പൊ പഞ്ചാബീസ് ആണ് അവിടെ നിന്നിരുന്നത്. അവര് മൊബൈൽ എന്തെങ്കിലും. അപ്പൊ അവര് വിചാരിച്ച ഞാനെന്തോ സൂയിസൈഡ് അറ്റംപ്റ്റിന് പോവുകയാണെന്ന് പറഞ്ഞിട്ട് ഇവർ ഈ ഷോളിൽ പിടിച്ചു വലിച്ചു ബാക്കിലേക്ക്. അങ്ങനെ ഉള്ളിൽ വീണു. അത് കഴിഞ്ഞ് ഇവര് എന്നെ എടുത്ത് നെക്സ്റ്റ് അവരിരുന്ന കമ്പാർട്ട്മെന്റിൽ കിടത്തി. അപ്പോൾ ഒരു സെക്കൻഡ് കഴിഞ്ഞിട്ട് എന്നെ കാണുന്നില്ല എന്ന് കഴിഞ്ഞപ്പോൾ അമ്മ വന്ന് നോക്കുമ്പോൾ ഞാൻ എൻ്റെ ഡ്രസ്സ് കണ്ടു ആള് കിടക്കുന്നത്. അപ്പോൾ അമ്മ എന്നെ പേരൊക്കെ വിളിക്കുന്നുണ്ട്. പക്ഷെ ഇവർക്കൊന്നും മനസ്സിലാവില്ല, ഇവര് പഞ്ചാബീസ് അല്ലേ. അപ്പോൾ അതിൽ മലയാളീസ് ഉണ്ടായിരുന്നു വേറൊരു ഭാഗത്തിരിക്കുന്നു. അപ്പോൾ അവർ അമ്മ എൻ്റെ പേര് വിളിക്കുന്നത് ഇതൊക്കെ ചോദിച്ചപ്പോൾ അങ്ങനെ ആ കുട്ടി സൂയിസൈഡ് എന്തോ പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു എന്താ ഉണ്ടായെന്നൊക്കെ അവരോട് ചോദിച്ചപ്പോൾ ഇവരോട് സംസാരിച്ചു, ഈ പഞ്ചാബിക്കാരോട്. അപ്പോൾ പിന്നെ അമ്മയ്ക്ക് മനസ്സിലായി എനിക്ക് ഇത് വന്നതാണെന്ന്. പിന്നെ അവിടുന്ന് അവരൊക്കെ മാറി ഞങ്ങൾക്ക് ആ കമ്പാർട്ട്മെന്റ് ഒഴിഞ്ഞു തന്ന്. നമുക്ക് ഈ വാഹനത്തിലൊക്കെ പോകുന്നത് ഒട്ടും സേഫ് അല്ല. ഞാൻ ബൈക്കിൽ പോകലൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഡോക്ടേഴ്സ് ഇപ്പൊ പറഞ്ഞു, ഇപ്പൊ ഈ അമ്മ പറഞ്ഞ പോലെ ഇപ്പൊ കൂടുതലായിട്ട് ഇതിന്റെ പ്രശ്നങ്ങൾ കാണിക്കുന്നതുകൊണ്ട് ഡോക്ടർമാർ പറഞ്ഞു തനിയെ ട്രാവൽ ചെയ്യിക്കരുത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ കുറച്ച് പറഞ്ഞിട്ടുണ്ട്. ലേഖയുടെ ഈ പ്രഗ്നൻസി പീരീഡില് ഇത് വലിയ അപകടം വരാൻ സാധ്യതയുള്ളതായിരുന്നല്ലോ. കാരണം നമ്മൾ ഇങ്ങനെ നടക്കുന്ന സമയത്ത് ഇത് ഇങ്ങനെ ബോധം മറഞ്ഞു പോവുക അല്ലെങ്കിൽ നമുക്ക് ബോധക്കേട് വരിക ഇത്രയും മണിക്കൂർ അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടായിട്ടുണ്ട്. ഗർഭിണിയായിരിക്കും ഉണ്ടായിട്ടുണ്ട്. അമ്മ ബാത്റൂമിൽ കയറുമ്പോഴൊന്നും ഡോർ ക്ലോസ് ചെയ്യാൻ സമ്മതിക്കില്ല. ഞാൻ ഡ്രസ് ചേഞ്ച് ചെയ്യാൻ പോകുമ്പോഴും. കാരണം ഡോക്ടേഴ്സ് പറഞ്ഞ കാര്യം തന്നെയാണ്, നമ്മൾ ഈ ഡോർ ക്ലോസ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ചിലപ്പോൾ അതിൻ്റെ ഉള്ളിൽ പെട്ട് കഴിഞ്ഞാൽ അറിയാൻ പറ്റില്ല. അപ്പോൾ അതൊക്കെ നോട്ട് ചെയ്യണമെന്ന് അമ്മയോട് ഡോക്ടേഴ്സ് വാണിംഗ് കൊടുത്തിട്ടുണ്ട്. ഇപ്പോഴും അതൊക്കെ പറയുന്നുണ്ട് അവര്. അപ്പൊ
സാധാരണ അത് ഒന്നും ഇതാവാത്ത വ്യക്തി, ഞാൻ അന്ന് സന്ധ്യാനാമം ചൊല്ലാൻ സന്ധ്യയ്ക്ക് വിളക്ക് വയ്ക്കുന്ന ആ ഒരു ടൈമിംഗ് എന്ന് പറഞ്ഞിട്ട് എന്താണ് എനിക്ക് തോന്നിയെന്ന് അറിയില്ല. ഞാൻ റൂമിന്റെ ഡോറ് മുകളില് ബോൾട്ട് ഇട്ടു, ബാത്റൂം ഡോറും ബോൾട്ട് ഇട്ടു. അത് കഴിഞ്ഞ് ഈ കൈകാലും മുഖമൊക്കെ കഴുകി വരുന്നതിന്റെ ഇടയിൽ ആ ബാത്റൂമിന്റെ ഉള്ളിൽ ഈ സംഭവം വന്നു. എന്തോ ഒരു ഓർമ്മയിൽ ബോൾട്ട് ഇട്ടതാണ് ആ രണ്ടും. അന്ന് ആ ഒരു ബാത്റൂമിന്റെ മാത്രമല്ല, ഈ റൂമിന്റെയും കൂടി ഇട്ടു. അതാണ് ഏറ്റവും ഉണ്ടായ ഒരു പ്രശ്നം. അതും ലാസ്റ്റ് മോനെ ഏറ്റവും ആ ഒരു 10-20 ദിവസത്തെ വ്യത്യാസമേ ഉള്ളൂ. ആ സമയത്താണ് അങ്ങനെ വീണിരിക്കുന്നത് ബാത്റൂമിന്റെ ഉള്ളിൽ. ഇവര് എങ്ങനെയൊക്കെയോ ആ റൂമും ഒക്കെ തുറന്ന് ബാത്റൂമൊക്കെ പൊളിച്ച്, മീൻസ് ഡോറ് പറഞ്ഞാൽ എങ്ങനെയാ അവർ പൊളിച്ചെന്ന് എനിക്കറിയില്ല. സംഭവം എന്നിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി വിടാൻ. പാലക്കാട് പോയപ്പോൾ ഡോക്ടർ പറഞ്ഞു ഒന്നില്ലെങ്കിൽ ഹോസ്പിറ്റലിൽ തന്നെ നിൽക്കണം, എല്ലാം ചെക്കപ്പ് ചെയ്ത ശേഷം പറഞ്ഞു 10 മിനിറ്റ് എന്തോ ഒരു സമയം പറഞ്ഞു, അതിനുള്ളിൽ വരാവുന്ന ദൂരത്തിൽ എവിടെയെങ്കിലും നിൽക്കണം പറഞ്ഞു. അപ്പോൾ അമ്മയുടെ ബ്രദർ കഞ്ചിക്കോട് ഉണ്ട്. അപ്പോൾ ആളുടെ അടുത്ത് പോയി അവിടെ സ്റ്റേ ചെയ്തു. ഒരു 3-4 ദിവസം കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് പെയിൻ തുടങ്ങി. അങ്ങനെ പെയിൻ തുടങ്ങി ഹോസ്പിറ്റലിലെത്തി അവർ കയറി കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഈ പറഞ്ഞ പോലെ എനിക്ക് BP ലോവും ആണ്. ഈ പറഞ്ഞ വേരിയേഷൻസ് കാണല്, BP ലോ പോലെ എല്ലാം കൂടെ വരുന്ന പോലെ അവർ പറയുന്നതൊക്കെ എനിക്ക് കേൾക്കുന്നുണ്ട്. പക്ഷെ ഒന്നും റിപ്ലൈ കൊടുക്കാൻ എനിക്ക് പറ്റുന്നില്ല. ഡോക്ടേഴ്സ് പറയുന്നുണ്ട് കണ്ടീഷൻ ശരിയല്ല, ഓക്സിജൻ വേണം എന്നൊക്കെ ഇവര് പരസ്പരം പറയുന്നുണ്ട്. പിന്നെ എന്താണ് അവിടെ നടന്നതെന്ന് ഓർമ്മയില്ല. കുറെ കഴിഞ്ഞ് എത്രയോ ടൈമിങ് കഴിഞ്ഞ് ഞാൻ കണ്ണൊക്കെ തുറന്ന് നോക്കുമ്പോ കുഞ്ഞ് ജനിച്ചിട്ടുണ്ട്. നോർമൽ പ്രസവമായിരുന്നു. അറിഞ്ഞിട്ടുമില്ല. ആ ഒരു രീതിയിൽ അത് അനുഭവം. പിന്നെ ഇപ്പൊ ഈ പ്രഗ്നൻസി പീരീഡിലെ കോമയിലാകുകയാണെങ്കിൽ അമ്മയ്ക്ക് ഒരു ഉപദേശം കൊടുത്തിരുന്നല്ലോ, എന്തായിരുന്നു അമ്മയോട് പറഞ്ഞു കൊടുത്തത്? അമ്മയോട് പറഞ്ഞാല് എന്തെങ്കിലും ആയി കഴിഞ്ഞാല് അമ്മ ഇതാവണ്ട, വിട്ടേക്കു. അങ്ങനെ യോഗ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരാള് കിട്ടും, അല്ലെങ്കിൽ ഞാൻ പോവും. പക്ഷെ അവരുടെയൊക്കെ ആഗ്രഹം പോലെ ഒരു ആൺകുട്ടി തന്നെ വന്നു. അപ്പൊ നമ്മൾ ഇനി അടുത്ത ചോദ്യത്തിലേക്ക്. 60,000 രൂപയുടെ ചോദ്യം. 60,000 ക്വസ്റ്റ്യൻ പ്ലീസ്. കാണാതായ ഏത് ജീവിയെ തിരയുന്നതിൽ നിന്നാണ് മലയാളത്തിൽ ഗവേഷണം എന്ന വാക്കുണ്ടായത്? ഓപ്ഷൻ എ പശു, ഓപ്ഷൻ ബി നായ, ഓപ്ഷൻ സി ആട്, ഓപ്ഷൻ ഡി പൂവങ്കോഴി. പശു ആണെന്നാണ് എന്റെ ഉറപ്പിക്കട്ടോ? ഉറപ്പിച്ചോളൂ. പൂട്ടട്ടോ? ഓക്കെ, ഞാൻ പൂട്ടി. ശരിയായിരിക്കുമോ? എന്തുകൊണ്ടായിരിക്കും അത് അങ്ങനെ വരാൻ സാധ്യത ഉണ്ടെങ്കിൽ? ഇങ്ങനെ ഗവേഷണം എന്നുള്ള വാക്കിന്റെ എവിടെയോ ഒരു എനിക്ക് കിടക്കുന്നു അല്ലേ? ഉണ്ട്, എവിടെ വായിച്ചൊരു ഇത് കിടക്കുന്നുണ്ട്. അപ്പൊ താങ്കൾ പറഞ്ഞ ഉത്തരം ശരിയാണ്. അത് ഗവേഷണമായിരുന്നു. ഇപ്പൊ എന്തായാലും 60,000 രൂപ കിട്ടി. താങ്ക് യു, കൺഗ്രാജുലേഷൻ. ഇനി നമ്മൾ 70,000 രൂപയുടെ ചോദ്യത്തിലേക്ക് നമ്മൾ പോകുന്നു. ക്വസ്റ്റ്യൻ പ്ലീസ്. ധനം ബുക്സ് പ്രസിദ്ധീകരിച്ച വൈറ്റ് മാജിക് എന്ന പുസ്തകം ഇനി പറയുന്നവയിൽ ഏത് സംരംഭം ആരംഭിച്ച വ്യവസായിയെ കുറിച്ചുള്ളതാണ്? ഓപ്ഷൻ എ ലുലു ഗ്രൂപ്പ്, ഓപ്ഷൻ ബി ജ്യോതി ലാബ്സ്, ഓപ്ഷൻ സി മെഡിമിക്സ്, ഓപ്ഷൻ ഡി റിലയൻസ്. ആ വൈറ്റ് മാജിക് എന്നുള്ള വാക്ക് ഐ തിങ്ക് ഉജാലയുമായിട്ട് കണക്റ്റഡ് ആവാനാണ് സാധ്യത. ജ്യോതി ലാബ്സ്. പൂട്ടാമോ? പൂട്ടാം. ജ്യോതി ലാബ്സ് ഞാൻ പൂട്ടുന്നു. ഓപ്ഷൻ ബി ആണ് പൂട്ടിയിരിക്കുന്നത്. 70,000 രൂപയുടെ ചോദ്യമാണ്. തെറ്റിയാൽ 6,000 രൂപ കൊണ്ട് കൊല്ലംകോട്ടേക്കല്ലേ ഇപ്പൊ പോണ്ടത്? ഓക്കെ, ഓപ്ഷൻ ബി ജ്യോതി ലാബ്സ് ഉത്തരം ശരിയാണ്. നമുക്കൊക്കെ അഭിമാനിക്കാൻ വകയുള്ളൊരു സ്ഥാപനമാണ് ജ്യോതി ലാബ്സ്. കാരണം ഇതൊരു മലയാളിയുടെ ഉടമസ്ഥതയിലുള്ള സ്ഥാപനമാണ്. MP രാമചന്ദ്രൻ, നമുക്കൊക്കെ പ്രിയങ്കനായ രാമേന്ദ്ര സാറ്. അപ്പൊ 70,000 രൂപ കൈ കിട്ടി. അപ്പൊ നമുക്കിനി 80,000 രൂപയുടെ ചോദ്യത്തിലേക്ക്. 80,000 ക്വസ്റ്റ്യൻ പ്ലീസ്. രൂപയുടെ ചോദ്യം. ഇനി പറയുന്നതിൽ ഏത് പഴത്തിന്റെ രുചിയും മണവുമുള്ള മാമ്പഴ ഇനമാണ് അനാറസ്? ഓപ്ഷൻ എ പേരയ്ക്ക, ഓപ്ഷൻ ബി മാതളം, ഓപ്ഷൻ സി ആപ്പിൾ, ഓപ്ഷൻ ഡി കൈതച്ചക്ക. പിടിവള്ളിയുണ്ട്. 2 പിടിവള്ളി അവിടെ, 1 പിടിവള്ളി ഇവിടെ. ഇത്രയും കാലം ലൈബ്രറിക്ക് അകത്തിരുന്ന് പുസ്തകം വായിച്ചതാ. കുട്ടേട്ടൻ എടുക്കാല്ലേ? കുട്ടേട്ടാ. യെസ് ബോസ്. ലേഖ, ഇത് കുട്ടേട്ടന്റെ ആദ്യത്തെ പിടിവള്ളി. 2 ഓപ്ഷൻ പറയും, അതിൽ 1 ശരി ഉത്തരമാണ്. സി ആപ്പിൾ, ഡി കൈതച്ചക്ക. അപ്പൊ 2 ഉത്തരം കയ്യിലുണ്ട്, ആപ്പിള്, കൈതച്ചക്ക. ഇനി ഇതിലേതാണ് പഴത്തിന്റെ രുചിയും മണമുള്ള മാമ്പഴ ഇനം? കൈതച്ചക്കയാണ് മണം വരുന്നത്.
ആപ്പിൾ മണത്തിന് ഇല്ല. അപ്പൊ കൈതച്ചക്ക. ഓക്കെ, അപ്പൊ കൈതച്ചക്ക പൂട്ടാമോ? ആ. കൈതച്ചക്ക പൂട്ടി. ആപ്പിൾ എന്ന് പറഞ്ഞൊരു ഉത്തരം അവിടെ കിടപ്പുണ്ടായിരുന്നു. മണമുള്ളത് കൈതച്ചക്കയാണെന്നുള്ളതുകൊണ്ട് ആ ഉത്തരത്തിലേക്ക് ലാൻഡ് ചെയ്തു. ഓപ്ഷൻ ഡി കൈതച്ചക്ക. ടീച്ചറെ, താങ്കൾ പറഞ്ഞ ഉത്തരം ശരിയാ. കൺഗ്രാചുലേഷൻസ്. 80,000 രൂപയുടെ ചോദ്യത്തിനാണ് താങ്കൾ ഉത്തരം പറഞ്ഞത്. 80,000. അപ്പോൾ നമുക്കൊരു 40,000 രൂപ കൂടെ അങ്ങോട്ട് മടക്കി തരണം. അപ്പൊ അതും കൂടെ നമ്മൾ മടക്കി തരുന്നു. ഇപ്പൊ ടീച്ചറിന് ഇത് നല്ല സമയമാണെന്ന് തോന്നുന്നു കേട്ടോ. ഓക്കെ, സന്തോഷം. ഓക്കെ, ഇനി നമ്മൾ 1,00,000 രൂപയുടെ ചോദ്യത്തിലേക്കാണ് നമ്മൾ കടക്കുന്നത്. അപ്പൊ ഇവിടുന്ന് കുറച്ച് പണം കിട്ടിയാൽ ടീച്ചർ എന്താ ചെയ്യാൻ പോകുന്നത്? ഞാൻ ഇവിടുന്ന് കിട്ടുന്ന ക്യാഷ് ഞാൻ ആ കുട്ടികൾക്ക് ഇപ്പം ഞാൻ മാസം ചെയ്യുന്നതിലേക്ക് എനിക്കൊരു സപ്പോർട്ടാണ്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ കൊടുക്കുന്ന ഒരു ഇത് അവർക്കൊരു 5 ദിവസം 3 ദിവസത്തേക്കൊക്കെ ഉള്ള ഒരു സപ്പോർട്ട് ചെയ്യലോ. അപ്പോൾ ഇവിടുന്ന് ഒരു എമൗണ്ട് കിട്ടി അവർക്ക് ഞാൻ 5 കിലോ അരി വാങ്ങുന്ന എനിക്ക് 10 കിലോ വാങ്ങി കൊടുക്കാൻ പറ്റും. അങ്ങനെയാണ്. ഗ്രേറ്റ്. അപ്പൊ നമുക്കിനി 1,00,000 രൂപയുടെ ചോദ്യമാണ്. നമ്മൾ അടുത്ത ലെവലിലേക്ക് പോകുന്നു. കുട്ടേട്ടാ, ലെവൽ 3. അപ്പൊ ചോദ്യത്തിലേക്ക്. ക്വസ്റ്റ്യൻ പ്ലീസ്. താങ്കൾ ഒരു BA ഇംഗ്ലീഷ് സാഹിത്യം പഠിച്ച ആളാണ്, അതുകൊണ്ടാണ് ഈ ചോദ്യം. ഇനി പറയുന്നവയിൽ ഏത് ഷേക്സ്പിയർ നാടകത്തിന്റെ പേരാണ് നാടകശാലയ്ക്ക് അകത്ത് വെച്ച് ഉച്ചരിച്ചാൽ നിർഭാഗ്യമുണ്ടാകുമെന്ന് പൊതുവെ വിശ്വസിക്കപ്പെടുന്നത്? ഓപ്ഷൻ എ ജൂലിയസ് സീസർ, ഓപ്ഷൻ ബി ഒതല്ലോ, ഓപ്ഷൻ സി കിങ് ലെയർ, ഓപ്ഷൻ ഡി മാക്ബത്ത്. 1,00,000 രൂപയുടെ ചോദ്യമാണ്. തെറ്റിയാൽ 8,000 രൂപയായിട്ട് നമ്മൾ താഴെ വീഴും. പിടിവള്ളി വേണമെങ്കിൽ എടുക്കാം. പിടിവള്ളി ഒന്നും കൂടെ ഉണ്ടല്ലോ. ഒരെണ്ണം കൂടെ ഉണ്ട്. പിടിവള്ളി ഒരെണ്ണം ഉണ്ട്. ഇതെടുക്കാം. കുട്ടേട്ടാ. യെസ് ബോസ്. ലേഖ, ഇത് കുട്ടേട്ടന്റെ അവസാനത്തെ പിടിവള്ളി. 3 ഓപ്ഷൻ പറയും. അതിൽ 1 ശരി ഉത്തരം. ബി ഒഥല്ലോ, സി കിങ് ലിയർ, ഡി മാക്ബത്ത്. മാക്ബത്ത് ആണെന്നാണ് എൻ്റെ ഒരു എവിടെയോ ഒരു മിന്നൽ. എന്തായിരിക്കും അത് മാക്ബത്ത് ആണെങ്കിൽ? അതായത് ഈ ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൽ ഷേക്സ്പിയർ ഡ്രാമാസ് പഠിക്കാൻ ഇഷ്ടം പോലെ ഉണ്ട്. ബട്ട് ഈ പറഞ്ഞ പോലെ ഇതിന്റെ ഒരു പ്രശ്നങ്ങൾ കൊണ്ടാണ് പലതും നിൽക്കുന്നുണ്ട്. എന്നാ അവിടെ ഇവിടെയും വിട്ടിട്ട് നിൽക്കുന്ന ഒരു ഇതാണ്. മാക്ബത്ത് ആണെന്നാണ് ഞാൻ പൂട്ടട്ടോ. ഓപ്ഷൻ ഡി മാക്ബത്ത്. 1,00,000 രൂപയുടെ ചോദ്യം. താങ്കൾ പറഞ്ഞ ഉത്തരം ശരിയാണ്. അപ്പൊ ഇതിനകത്ത് അഭിനയിച്ച ആളുകൾക്ക്, പല ആളുകൾക്കും ഒരുപാട് ട്രാജഡി ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ആ ട്രാജഡി റിപ്പീറ്റ് ചെയ്യപ്പെടും എന്നുള്ള പേടി എപ്പോഴും ഉണ്ട്. അപ്പൊ നമുക്കിനി 2,00,000 രൂപയുടെ ചോദ്യത്തിലേക്ക് നമ്മൾ കിടക്കുന്നു. 2 lakhs. ക്വസ്റ്റ്യൻ പ്ലീസ്. മലയാളത്തിൽ ആദ്യമായി OTTയിൽ റിലീസ് ചെയ്ത സിനിമ ഏതാണ്? ഓപ്ഷൻ എ സീ യു സൂൺ, ഓപ്ഷൻ ബി അയ്യപ്പനും കോശിയും, ഓപ്ഷൻ സി ത്രിശങ്കു, ഓപ്ഷൻ ഡി സൂഫിയും സുജാതയും. അതായത് ഉദ്ദേശിച്ചത് തിയേറ്ററിൽ ഈ പടം റിലീസ് ചെയ്തിട്ടില്ല. ആദ്യമായിട്ട് OTTയിലാണ്, OTT പ്ലാറ്റ്ഫോമിലാണ് ഈ സിനിമ വന്നത്. ഡയറക്റ്റ് അവിടെ റിലീസ് ചെയ്തു. 2,00,000 രൂപയുടെ ചോദ്യമാണ്. സീ യു സൂൺ കാരണം അയ്യപ്പനും കോശിയും വന്നിട്ടുണ്ട്. ത്രിശങ്കു എനിക്ക് ഒരു പിടിവള്ളി ഉണ്ട്. എടുക്കുന്നോ? എടുക്കാം. ചോദ്യം ഒന്ന് പറഞ്ഞു കൊടുക്കുവോ? താങ്കൾ ഒരു ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ആയ ആളല്ലേ. മലയാളത്തിൽ ആദ്യമായി OTTയിൽ റിലീസ് ചെയ്ത സിനിമ ഏതാണ്? മാഷിന് എന്തെങ്കിലും സ്ട്രൈക്ക് ചെയ്യുന്നുണ്ടോ? എ ആണെന്ന് തോന്നുന്നു. താങ്കൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ എടുത്താൽ മതി അത്. ജയിച്ച 2,00,000 രൂപയാണ്. മാത്രമല്ല ഈ പൈസ കുട്ടികൾക്ക് ഉപയോഗിക്കുകയും ചെയ്യും അല്ലേ? 10,000 അച്ഛനും വലിയ അത് ഓപ്ഷൻ ഓക്കെ അല്ലാത്തതുകൊണ്ട് ഞാൻ പോകുന്നില്ല എന്നാണ് എൻ്റെ ഒരു ഊഹം വരുന്നത്. സൂഫിയും സുജാതയാണ് തോന്നുന്നു. ഞാൻ ലോക്ക് ചെയ്യട്ടോ? കൂട്ടോ? 2,00,000 രൂപയുടെ ചോദ്യമാണ്. ഓപ്ഷൻ ഡി സൂഫിയും സുജാതയും ഞാൻ ലോക്ക് ചെയ്തിരിക്കുന്നു. ടീച്ചറെ, താങ്കൾ പറഞ്ഞ ഉത്തരം ശരിയായിരിക്കും. എന്റെ മുഖത്തൊന്നും അറിയാൻ പറ്റുമോ? അറിഞ്ഞൂടാ. കുറെ കാലം അതായിരുന്നു പരാതി. എന്റെ മുഖത്ത് നോക്കിയാൽ ഉടനെ തന്നെ മനസ്സിലാവും എന്നായിരുന്നു. ഓപ്ഷൻ ഡി സൂഫിയും സുജാതയും താങ്കൾ പറഞ്ഞ 2,00,000 രൂപയുടെ ചോദ്യമാണ്. ഇനി നമ്മൾ പെട്ടെന്ന് 3,00,000ത്തിലേക്ക് പോകുന്നു. ക്വസ്റ്റ്യൻ പ്ലീസ്.
മലയാളത്തിലെ ഏത് എഴുത്തുകാരനാണ് ചലനം, മകം പിറന്ന മങ്ക എന്നീ ചിത്രങ്ങൾക്ക് കഥ, തിരക്കഥ, സംഭാഷണം എന്നിവ എഴുതുകയും ഈ ചിത്രങ്ങൾ നിർമ്മിക്കുകയും ചെയ്തത്? ഓപ്ഷൻ എ പി കേശവദേവ്, ഓപ്ഷൻ ബി തകഴി ശിവശങ്കരപിള്ള, ഓപ്ഷൻ സി മലയാറ്റൂർ രാമകൃഷ്ണൻ, ഓപ്ഷൻ ഡി പൊൻകുന്നം വർക്കി. ഈ ചോദ്യം അച്ഛനോട് ചോദിച്ചാൽ മതിയായിരുന്നു. ആ കഴിഞ്ഞ ചോദ്യം ചോദിക്കുന്ന അച്ഛനോട് ഈ ചോദ്യം ചോദിച്ചാൽ മതിയായിരുന്നല്ലേ. ചിത്രങ്ങളുടെ സിനിമ അധികവും വന്നിരിക്കുന്നത് തകഴി ശിവശങ്കരപിള്ളയായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് എൻ്റെ ഒരു അറിവ്. പക്ഷേ എത്രത്തോളം എനിക്ക് ഐഡിയ എത്തുന്നില്ല അങ്ങോട്ട് കംപ്ലീറ്റ്. അപ്പൊ നമ്മളെന്താ ചെയ്യുക? സ്റ്റോപ്പ് ചെയ്യാൻ പിന്മാറുന്നു. അപ്പൊ ലേഖ ടീച്ചർ, കൊല്ലം കൂട്ടുകാരി, താങ്കൾ ഈ മത്സരവേദിയിൽ നിന്ന് പിൻവാങ്ങുന്നു. അപ്പൊ 1 ലക്ഷം രൂപ ഇപ്പോൾ കയ്യിലുണ്ട്. ഇനി ഒരു ഉത്തരം പറയും, ഇനി പൈസ പോകത്തില്ലല്ലോ. എനിക്ക് മനസ്സില് തകഴി അല്ലെങ്കിൽ മലയാറ്റൂർ എന്നുള്ളതായിരുന്നു. ഏതെങ്കിലും ഒരെണ്ണം. തകഴി ശിവശങ്കരപിള്ള അല്ല, തകഴി ഇങ്ങനെ സിനിമ നിർമ്മിച്ചിട്ടില്ല. പൊൻകുന്നം വർക്കി അദ്ദേഹമാണ് ഈ 2 സിനിമയുടെ കഥ എഴുതി അദ്ദേഹം ആ സിനിമ പ്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്തു. പൊൻകുന്നം വർക്കിയായിരുന്നു. അപ്പൊ 1 ലക്ഷം രൂപ കയ്യിലുണ്ട്. ആ 1 ലക്ഷം രൂപ കുട്ടികൾക്കായിട്ടായിരിക്കും കൂടുതലും കൊടുക്കാൻ പോകുന്നത് അല്ലേ? ഞാൻ ഹാപ്പിയാണ്. അപ്പൊ എന്തായാലും വളരെ സന്തോഷം. ഞാൻ ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ, എല്ലാവരോടും എന്ത് അത്യാഹിതം ഉണ്ടായാലും അതിനെ കരുത്തോടെ നേരിടാൻ പഠിപ്പിച്ചു വെച്ചിരിക്കുക താങ്കൾ, ഞാൻ മനസ്സിലാക്കുന്നു. അതെ, എല്ലാവരോടും പറയാൻ പറ്റില്ല. അല്ല, തന്റെ ഹസ്ബൻഡ്, മകൻ, അച്ഛൻ, അമ്മ ഇവരോടെല്ലാം പറഞ്ഞു വെച്ചിരിക്കുകയാണ്. എന്തായാലും ഈ ഇത്രയൊരു രോഗാവസ്ഥയ്ക്ക് നടുവിലും ടീച്ചർ ഇത്രയധികം കുട്ടികളെ സംരക്ഷിക്കാൻ ഇത്രയധികം കാലം ജോലി ചെയ്തു എന്നുള്ളത് എന്നെ അത്ഭുതപ്പെടുന്നു. ടീച്ചർക്ക് ഒരു സല്യൂട്ട്. താങ്ക് യു. ഓക്കെ, അപ്പൊ നമുക്കിനി താട്ട് പോയല്ലോ. ഓക്കെ കുട്ടേട്ടാ. ലെവൽ 1. ടീച്ചറെ, ഞാൻ 80,000 രൂപ നേരത്തെ തന്നിട്ടുണ്ട്. ഒരു 20,000 രൂപ കൂടെ തന്നു കഴിഞ്ഞാൽ അമ്മോ. ഓക്കെ, ടീച്ചർ ഇങ്ങോട്ട് വന്ന ഒരു സർട്ടിഫിക്കറ്റ് കൂടിയുണ്ട്. ഒരു കൊല്ലംകോട്ടുകാരി ആദ്യമായിട്ടാണ് ഇവിടുന്ന് ഇങ്ങനെ സർട്ടിഫിക്കറ്റ് വാങ്ങിക്കുന്നത് കേട്ടോ. ഓക്കെ, ആദ്യമായിട്ടാണ് കൊല്ലം കൂടുന്ന ഒരാൾ വരുന്നത്. അപ്പോൾ ഇതും കൂടെ വളരെ സന്തോഷം ടീച്ചറെ. നമ്മൾ ഇനിയും കാണും. ഓക്കെ, ഫ്ലോറിന് പോകുന്നതിന് മുമ്പ് എനിക്ക് 1-2 വ്യക്തികളുടെ പേര് എടുത്തു പറയേണ്ടത്. ഓക്കെ, ആ ക്യാമറ നോക്കി ടീച്ചർ പറഞ്ഞോളൂ. ഞാൻ ഇവിടെ എത്തിപ്പെടുമ്പോൾ ഇതിന് എനിക്ക് മാനസികമായിട്ട്, അതുപോലെ ഞാൻ മെഡിക്കലിലാവുമ്പോഴും എനിക്ക് സപ്പോർട്ടീവായ 1-2 പേരുണ്ട്. ഹരിഹരൻ സാറ്, അതുപോലെ കൃഷ്ണ സാർ, ഗിരീഷ് സാർ, അവരുടെ പേര് ഞാൻ ഇവിടെ എടുത്തു പറയാണ്. കാരണം അവരെനിക്ക് തന്ന സപ്പോർട്ട് ചെറുതല്ല. അതുപോലെ പ്രൊഡക്ഷൻ കൺട്രോളർ NM ബാദ്ക, അദ്ദേഹം ഒരു അവാർഡ് പ്രോഗ്രാമിന് എന്നെ തിരഞ്ഞെടുത്തിട്ട് അദ്ദേഹവും കുട്ടികൾക്ക് വേണ്ടി എനിക്ക് നല്ലൊരു സപ്പോർട്ട് ചെയ്തു തന്നിട്ടുണ്ടായിരുന്നു. ഞാനിങ്ങനെ ഒരു വേദിയിൽ എത്തുമ്പോൾ ആദ്യം അവരുടെ പേര് പറയണം എന്നാണ് ആഗ്രഹിക്കുന്നത്. ഇതൊക്കെയാണ് എനിക്ക് ഇവിടുന്ന് ഇറങ്ങുമ്പോൾ ഒന്നും പറയാനുള്ള ഏറ്റവും ഒരു കൊണ്ടുപോവുക. ഓക്കെ, ഒരു രോഗത്തിന്റെ നടുവിൽ പെട്ടുപോകുമ്പോഴും എപ്പോ വേണമെങ്കിലും മരണം വന്ന് തന്നെ പിടിച്ചുകൊണ്ടുപോകാം എന്നുള്ള കാര്യം മുന്നിൽ നിൽക്കുമ്പോഴും ഇത്രയധികം കുട്ടികൾക്ക് ഒരു ആശാ കേന്ദ്രമായി മാറുക, അതൊക്കെ ഒരു സാധാരണ സംഭവമല്ല. ടീച്ചർക്ക് ഒരു സല്യൂട്ട് തന്നെ നമ്മൾ നൽകിക്കൊണ്ട് ഈ എപ്പിസോഡിലൂടെ അവസാനിക്കുന്നു. ഇനി നമ്മൾ അടുത്ത തിങ്കളാഴ്ച ഒന്നിച്ച് കാണുമ്പോൾ മറ്റൊരു മത്സരാർത്ഥി എൻ്റെ കൂടെ ഉണ്ടാകും. ഗുഡ് ബൈ.